ഇത് ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മിറർ ഇമേജ് ആണ്. നമ്മൾ ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നിൽക്കുക കേട്ടോ. ഒരു കണ്ണാടി ഉണ്ടല്ലോ, കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അത് ഇതുപോലെ ഉണ്ടാവും നമ്മളുടെ ഫേസ്. ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു കണ്ണാടിയുടെ മുന്നിൽ പോയിട്ടാണ് നിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മളുടെ വലതുവശം, നമ്മളുടെ വലത് കൈ ഉണ്ടല്ലോ, ഭക്ഷണമൊക്കെ കഴിക്കുന്ന കൈ, ആ നമ്മളുടെ മിറർ ഇമേജിൽ നോക്കുമ്പോൾ ആ മിറർ ഇമേജിൽ കാണുന്ന രൂപത്തിൻ്റെ ഇടതുവശമായിരിക്കും. ഇപ്പം ഈ പിക്ക് എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ? കിഷാൻ കാണുന്നുണ്ട്, അവന്തിക കാണുന്നുണ്ടല്ലോ അല്ലേ? ആ അപ്പോൾ ഈ പിക്കിൽ ഇപ്പം ഈ മനുഷ്യൻ ഒരു റെഡ് കളർ ഷർട്ട് ഇട്ടിട്ട് നിൽക്കണമെന്നില്ലേ, അയാളുടെ വലത് കൈയാണ് അയാൾ പൊക്കി പിടിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളുടെ ആ മിററിൽ കാണുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അയാളുടെ ഇടതുവശമായിട്ടാണ് നമുക്ക് കാണുന്നത്. ശരിയല്ലേ? ഇതേപോലെ എല്ലാ സംഭവവും നമുക്ക് എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റായിട്ടാണ് കാണുക. മിറർ ഇമേജിൽ ഒരുവിധം സാധനങ്ങൾ ഓപ്പോസിറ്റായിട്ട് കാണും. പക്ഷേ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ളതൊക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ക്വയറിനെ കൊണ്ടുപോയി കണ്ണാടിയുടെ മുന്നിൽ കാണിച്ചാൽ അത് സ്ക്വയറായിട്ട് തന്നെ കാണും. ഒരു സർക്കിളിനെ കൊണ്ടുപോയി ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് സർക്കിളായിട്ട് തന്നെ കാണുള്ളൂ. അങ്ങനെ കുറച്ച് ജോമെട്രിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ജോമെട്രിക്കൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ വട്ടം, ത്രികോണം, മറ്റേ സമചതുരം, ചതുരം ട്ടോ, പിന്നെന്തൊക്കെയാ, ഇത് വേറെ ഏതൊക്കെയാ, സമഭുജ ത്രികോണം ഉണ്ടല്ലേ, അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ, റെക്റ്റാങ്കിൾ. പിന്നെ ട്രയാങ്കിളിൽ ഫുൾ 3 സൈഡും സെയിം ആയിട്ടിരിക്കുന്ന ട്രയാങ്കിൾ. ഇതൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു മിററിൻ്റെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് അതുപോലെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഒരു വട്ടത്തിൽ ഒരു പൊട്ടാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ, അത് പോയി കണ്ണാടിയിൽ നോക്കുമ്പോൾ അത് വട്ടമായിട്ട് തന്നെ കാണല്ലോ. അതിൽ മിറർ ഇമേജിൽ ഒരു ചേഞ്ചും വരില്ല. ഓക്കെ. പക്ഷേ നമ്മളുടെ വലതുവശം അവിടെ ഇടതുവശമായിട്ടും നമ്മളുടെ ഇടതുവശം അവിടെ വലതുവശമായിട്ടാണ് കാണുക. നമ്മളുടെ വലത് കാല് അവിടെ ഇടത് കാലായിട്ടും ഇടത് കാല് വലത് കാലായിട്ടും ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുക. പക്ഷേ ഈ ടൈൻ്റെ ഷേപ്പ് ഉണ്ടല്ലേ, ആ മനുഷ്യനിട്ടിട്ട് ടൈ, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അത് ഒരു പർട്ടിക്കുലർ ഷേപ്പാണ്. ഷേപ്പുകൾ ചിലതൊക്കെ അത് അതുപോലെ തന്നെ കാണിക്കും. ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഒന്ന് റെസ്പോൺസ് ചെയ്യൂ. ഈ മിററിൽ നിൽക്കുന്ന ആളിനെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഇനി ഇങ്ങനെ നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, നമ്മളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് നോക്കുമ്പോൾ കുറച്ച് നമ്പേഴ്സ്, കുറച്ച് ആൽഫബറ്റ്, അത് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഇതൊക്കെ വെച്ച് ചോദിക്കാറുണ്ട്. പിന്നെ കുറച്ച് ജോമെട്രിക്കൽ ഷേപ്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കണം. ഇതിൻ്റെ അവസ്ഥയൊക്കെ എന്താണ്, ഈ പറയുന്ന മിറർ ഇമേജിൽ പോകുമ്പോഴും സെയിം അതുപോലെ തന്നെ ഉണ്ടോ, ഇല്ലെങ്കിൽ ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. ഓക്കെ. സോ ഫസ്റ്റ് കുറച്ച് ലെറ്റേഴ്സാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഞാൻ ഇന്ന് വൈകുന്നേരം ഈ PDF നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവും. നിങ്ങൾ നീറ്റായിട്ട് നിങ്ങളുടെ നോട്ടിൽ ഇതൊക്കെ കോപ്പി ചെയ്യണം. ഓക്കെ, കോപ്പി ചെയ്യുമോ? ഇപ്പം ഇതിൽ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ലെറ്റേഴ്സൊക്കെ അങ്ങനെ തന്നെ വരും, അതിൻ്റെ ഷേപ്പ് മിറർ ഇമേജിൽ അതേപോലെ വരും. ഏതൊക്കെ ലെറ്ററാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് എ, ക്യാപിറ്റൽ ലെറ്ററാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എ അതേപോലെ തന്നെ ഉണ്ടാവും. അതേപോലെ വരുന്ന വേറെ ലെറ്റേഴ്സ് നമ്മൾ H അതേപോലെ ഉണ്ടാവും. I, പിന്നെ M, O, പിന്നെ T, U, V, W, X, Y, പിന്നെ അത്ര തന്നെ. ഓക്കെ. ഏതൊക്കെ ലെറ്ററാണ് അവന്തിക പറയൂ, ഏതൊക്കെയാണ് സെയിം ആയിട്ടുള്ളത് മിറർ ഇമേജിൽ? I,
ഞാൻ വട്ടിട്ടത് കാണുന്നില്ലേ? റെഡ് കളർ വട്ടിട്ടത് കാണുന്നില്ലേ? ആ അത് നോക്കി പറയൂ, വേഗം പറയൂ. ആ O P U X Y Z. ഇസറ്റ് ഉണ്ടോ? ഇസറ്റ് നമ്മൾ ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മിറർ ഉണ്ട് എങ്കിൽ നമുക്ക് ഇസറ്റ് ഇങ്ങനെയാണ് കാണുക. അപ്പോൾ ഇത് സെയിം ആയിട്ടല്ലല്ലോ കാണുന്നത്, ഇങ്ങനെയല്ലല്ലോ കാണുന്നത്, പകരം നമുക്ക് ഇങ്ങനെയല്ലേ കാണുന്നത്. അപ്പോൾ ഇസറ്റ് വരില്ല കേട്ടോ. ഇനി കിഷാൻ പറയൂ, ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് സെയിം ആയിട്ടുള്ളത്? A H I M O T U V W X Y. യെസ്, സൂപ്പർ. ഈ ലെറ്റേഴ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചെടുക്കണം കേട്ടോ. ഇത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ തീർച്ചയായിട്ടും ചോദിക്കും. AHIMO ട്ടോ, പിന്നെ എം അല്ല TUVWXY. എത്ര ലെറ്റേഴ്സായി? ടോട്ടൽ 11 ലെറ്റേഴ്സാണ് നമുക്ക് ഒരേപോലെ വരുന്നത്. ഒരേ ഇമേജ് കൊണ്ടുപോയത്. ഇപ്പോൾ ഇവിടെ മിററാണ്, ഇവിടെ ഈ ലെറ്റർ ഇട്ട് കൊടുത്തു എങ്കിൽ അതേപോലെ മിററിലും ഇതേപോലെ തന്നെ കാണും. നിങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു പേപ്പറിൽ എഴുതിയിട്ട് കൊണ്ടുപോയി നോക്കൂ, നിങ്ങളുടെ മിററിൽ വെച്ച് നോക്കൂ. അപ്പോൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ അതേ മിറർ ഇമേജ് അതേപോലെ ഉണ്ടാവും. ഈ AHIMOTUVWXY. ടി ഇന്ന് എളുപ്പമാണ് അല്ലേ? വൈ വരെ വരും എന്നുള്ളത് എളുപ്പമായിട്ട് നമുക്ക് പറയാം. ടി മുതൽ വൈ വരെ അല്ലേ? അത് ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി. ഇത് എങ്ങനെയുണ്ട്? AHIMO. ഇതിനെന്തെങ്കിലും വേർഡ് ഉണ്ടാക്കിയിട്ട് ഓർത്ത് വയ്ക്കുക. AHIMO കേട്ടോ. അങ്ങനെ ബാക്കിയുള്ള ലെറ്ററൊക്കെ നമുക്ക് ഷേപ്പ് മാറുന്നുണ്ട്. ബാക്കിയുള്ള ലെറ്റർ ഏതൊക്കെയാണ്? ബി മാറുന്നുണ്ട്. ബി നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. അത് മിറർ ഇമേജ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ബി. അതുപോലെ സി ഇങ്ങനെയാണ് എഴുതുക, മിറർ ഇമേജിൽ ഇങ്ങനെയാണ് വരുന്നത്. ഡി ഇങ്ങനെയാണ് വരുന്നത്. ഇ ഇങ്ങനെയാണ് വരുന്നത്. എഫ് മിറർ ഇവിടെ ഉണ്ട് എങ്കിൽ എഫ് ഇങ്ങനെയാണ്. സോ ഈ എൻഡുകളൊക്കെ മിററിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ബാക്കിയുള്ള ഭാഗം, മിററിൻ്റെ കുറച്ച് ദൂരെയുള്ള ഭാഗം ഇവിടെ നിന്നും ദൂരെയായിട്ടാണ് കാണിക്കുന്നത് അല്ലേ? ഇതിപ്പോൾ മിററിൻ്റെ അടുത്തുള്ള ഭാഗമാണ്. ഇവിടെ മിറർ ഇമേജിലും എന്തായി? മിററിൻ്റെ അടുത്തേക്കാണ്. ഇതല്ലേ മിററിൻ്റെ അടുത്തേക്കാണ് കാണിക്കുന്നത്. ഈ പുറം ഭാഗം മിററിൻ്റെ അടുത്തുനിന്ന് ദൂരെയാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇവിടെ നിന്നും ദൂരെയാണ് ഉള്ളത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങൾ നോക്കൂ. മനസ്സിലായില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കണം. ടെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്ക് കുറവായി കഴിഞ്ഞാൽ ഇമ്പോസിഷൻ എഴുതാനായിട്ട് ഞാൻ വെക്കും. സോ മനസ്സിലായില്ലെങ്കിൽ വേഗം പറയാം. ഒരു കുട്ടിയുണ്ട്, ഇനി ഒരു കുട്ടിയുണ്ട് പറഞ്ഞ് മടിച്ചിട്ടൊന്നും ഇരിക്കേണ്ട. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. കിഷാൻ, അവന്തിക രണ്ടുപേരോടാണ് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. രണ്ടുപേരും ഒന്ന് വീഡിയോ ഓൺ ചെയ്തോളൂ. ഞാൻ ഇത് ചെയ്യാം, വേറെ നമ്പറൊന്നും കൂടി കയറാം. ഒരു മിനിറ്റ്. നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കണമെന്ന് എനിക്കൊന്ന് കാണണം. സോ വീഡിയോ ഓൺ ചെയ്ത് വെച്ചോളൂ. കിഷാൻ, വീഡിയോ ഓൺ ചെയ്യൂ. യെസ്, ഓക്കെ. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ
ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? AHIMO എന്ന് പറയണതൊക്കെ, പിന്നെ T തൊട്ട് Y വരെ ഉള്ളതൊക്കെ നമുക്ക് ഈ പറഞ്ഞ എന്താ പറയുക, മിറർ ഇമേജ് സെയിം ആയിട്ടാണ് വരുന്നത്. ബാക്കിയുള്ളതൊക്കെ എങ്ങനെയുണ്ട്? മിറർ ഇമേജ് ഡിഫറെൻ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ലെറ്റേഴ്സ് പഠിച്ചില്ലേ, അതുപോലെ തന്നെ നമുക്ക് നമ്പേഴ്സും അൽഫബറ്റ്. ഇത് നിങ്ങൾ നിങ്ങളുടെ നോട്ടിൽ രേഖപ്പെടുത്തിയിരിക്കണം. നോക്കൂ, നിങ്ങളുടെ നോട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മെൻ്റൽ എബിലിറ്റിക്ക് ഒരു നോട്ട് കരുതുക. ആ നോട്ട് തീർച്ചയായിട്ടും എങ്ങനെ ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വരച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ തരുന്ന PDF വരച്ച് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഓരോരോ ക്ലാസ്സുകൾ കഴിയും തോറും ഞാൻ ആ PDF അയക്കുന്നില്ലേ, അതിലുള്ള ആൻസേഴ്സ് മാത്രമെങ്കിലും ജസ്റ്റ് ഒന്ന് 1 2 3 എന്ന് എഴുതിയിട്ട് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് B ആണ് ആൻസർ എന്ന് വെച്ചാൽ B. അങ്ങനെ ഓരോരോ PDF-ഉം പറ്റുമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചോളൂ. ഇല്ല, പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പൈസ ഇല്ല എങ്കിൽ മൊബൈലിൽ സൂക്ഷിച്ച് വെക്കുക. മാത്രമല്ല ഇതിൻ്റെ ഒപ്പം ഈ പറയുന്ന നോട്ടിൽ രേഖപ്പെടുത്തിയിരിക്കണം. 1 തൊട്ട് അങ്ങനെ എഴുതിയിട്ട് നമ്പേഴ്സൊക്കെ എഴുതിയിട്ട്. പിന്നെ മാത്സിന് നീറ്റായിട്ടുള്ള അൺറൂൾഡ് നോട്ട് യൂസ് ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റൂൾഡ് എടുത്തോളൂ, കുഴപ്പമില്ല. പക്ഷേ മാക്സിമം അൺറൂൾഡ് ആവുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് മാത്സ് നീറ്റായിട്ട്, നമ്പർ സിസ്റ്റമാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇതാക്കിയത്. കിഷാൻ നമ്പർ സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ, ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം ഒരു 35-40 ക്വസ്റ്റ്യനോളം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതൊക്കെ വീഡിയോയിലുണ്ട്. എല്ലാം നിൻ്റെ നോട്ടിൽ ഉണ്ടാവണം. വർക്കൗട്ട് ചെയ്തിട്ട് അങ്ങനെ എങ്ങനെയാണ് മിസ്സ് പറഞ്ഞു തന്നോ അതുപോലെ വർക്കൗട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ അവന്തികയുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിഗർ കംപ്ലീഷനാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഫിഗർ കംപ്ലീഷൻ എന്ന് പറഞ്ഞതാണ് മെൻ്റൽ എബിലിറ്റിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ, മെൻ്റൽ എബിലിറ്റിയിൽ. അപ്പോൾ അതെന്ത് ചെയ്യണം? അവന്തിക ആ വീഡിയോ എടുത്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ PDF ഞാൻ അയച്ചത് നോക്കിയിട്ടോ 1 തൊട്ട് ഇങ്ങനെ നമ്പേഴ്സ് എഴുതിയിട്ട് അതിൽ ഓപ്ഷൻസ് എഴുതി വയ്ക്കുക മെൻ്റൽ എബിലിറ്റിയുടെ നോട്ടിൽ. മാത്സിന് അവന്തിക്ക് ഞാൻ അധികം ക്ലാസ്സസ് തന്നിട്ടില്ല ഇനിയും. അത് ഞാൻ ഇൻഡിവിജ്വലായിട്ട് തരാം, നിനക്ക് മാത്രമായിട്ട് ക്ലാസ് തരാം. എന്നിട്ട് രണ്ടുപേർക്കും ഒരുമിച്ചെടുക്കുക നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് എങ്കിൽ ഈ മെൻ്റൽ എബിലിറ്റി മാത്രം നമുക്ക് ഒരുമിച്ചെടുക്കാം, മാത്സ് മാത്രം ഇൻഡിവിജ്വലായിട്ട് എടുക്കാം. ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ആൽഫബറ്റ്സ് വിത്ത് സെയിം മിറർ ഇമേജ്, ഇത് നിങ്ങളുടെ നോട്ടിൽ എഴുതിയിരിക്കണം കേട്ടോ. AHIMOTUVWXY. ഓക്കെ, ഇനി അടുത്തത് മിറർ ഇമേജിൽ സ്മോൾ ലെറ്റേഴ്സ് എങ്ങനെ ഉണ്ടാവും, ഏതൊക്കെയാണ് സെയിം ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ A തൊട്ട് I വരെയുള്ളതിൽ ഏതൊക്കെയാണ് സെയിം ആയിട്ടുള്ളത് എന്ന് കിഷാൻ പറയണം. ബാക്കിയുള്ള ലെറ്റേഴ്സ് അവന്തിക പറയണം. അപ്പോൾ A തൊട്ട് I വരെ മാത്രം. A സെയിം ആയിട്ടുണ്ട്. പിന്നെ A എങ്ങനെ സെയിം ആവും മിറർ ലെറ്റർ? ഒരു മിനിറ്റ് കേട്ടോ. ഇല്ല കേട്ടോ, A വന്ന് സെയിം ആവില്ല, അവർ തെറ്റി കൊടുത്തിരിക്കുകയാണ്. A ഇങ്ങനെയാ വരിക, ഇങ്ങനെയായിരിക്കും A ഉണ്ടാവുക. ഇങ്ങനെ അവർ തന്നിട്ടുണ്ട് എങ്കിലും നമുക്കിത് എങ്ങനെയാണ് വരുന്നുണ്ടാവുക കേട്ടോ. A സെയിം ആവില്ല കേട്ടോ, രണ്ടുപേരോടും പറയണേ A സെയിം ആവില്ല. അടുത്തത് Hഉം സെയിം ആവില്ല. സ്മോൾ ലെറ്റർ H സെയിം ആവില്ല, അതെങ്ങനെയാ വരിക? ഇവിടെ എന്തോ തെറ്റുണ്ടല്ലോ, മൊത്തത്തിൽ തെറ്റാണല്ലോ. I സെയിം ആവും. ഇത് വിട്ടോളൂ, നമ്മൾ വരച്ചിട്ടേ നോക്കാം കേട്ടോ. ഇമേജ് എന്തൊക്കെയോ തെറ്റുണ്ട്. ഞാൻ A തൊട്ട് എഴുതാം. ABCDEFGHI. എന്നിട്ട് ഇവിടെ ഞാൻ എഴുതാം. A ഇങ്ങനെയാണ് വരുന്നുണ്ടാവുക. B D പോലെ ഉണ്ടാവും. C ഇങ്ങനെ വരും. D വന്ന് B പോലെ വരും. E വന്നിട്ട് ഇങ്ങനെയാണ് വരിക. F ഇങ്ങനെ. G H I. ഇപ്പൊ പറയൂ കിഷാൻ, ഏതൊക്കെ ലെറ്റർ സെയിം ആയിട്ടുണ്ട്? I മാത്രമാണ്. ഇനി അവന്തിക പറയണം കേട്ടോ.
പറയൂ. ഇതിൽ ഏതാ ലെറ്റേഴ്സാ സെയിം ആയിട്ടുള്ളത് കാണുമ്പോൾ? അവന്തിക സൂം ചെയ്ത് നോക്കിയിട്ട് പറയൂ ഏതൊക്കെ ലെറ്റർ സെയിം ആയിട്ടുണ്ട് മിറർ ഇമേജ്. എന്നതാ? എല്ലും ഓയും പിന്നെ ആർ. സൂപ്പർ. ഇനി അടുത്തത് കിഷാൻ പറയണം കേട്ടോ. ടി യു വി ഡബ്ല്യു എക്സ് വൈ. അയ്യോ സോറി, അങ്ങനെയല്ല. വൈ സെറ്റ്. പറയൂ ഏതൊക്കെയാ? യു യു വി ഡബ്ല്യു എക്സ്. അത്രമാത്രം തന്നെ അല്ലേ? സോ 1 2 3 4 1 2 3 4. ആകെ കൂടി നമ്മളുടെ നോളജ് അനുസരിച്ച് ഒരു 8 ലെറ്ററാണ് സെയിം ആയിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഐ എൽ ഒ ആർ യു വി ഡബ്ല്യു എക്സ്. അത്ര തന്നെ. 4 4 8 ലെറ്റേഴ്സ് മാത്രമാണ് സെയിം ആയിട്ടുള്ളത്. ഓക്കെ, ഞാൻ ഇത് അയച്ചു തരാം. മറ്റേ പിക്ക് വേണ്ട നമുക്ക്. ഇതിൽ കുറേ തെറ്റുണ്ട് ഈ സംഭവം. ഇത് ഫുള്ളായിട്ട് തെറ്റാണ്, റോങ് എഴുതി വയ്ക്കാം. അടുത്തത് മിറർ ഇമേജിലുള്ള നമ്പേഴ്സാണ്. നമ്മൾ പരമാവധി ഒരു 9 വരെയൊക്കെ പഠിച്ചാൽ മതി കേട്ടോ നമ്പേഴ്സൊക്കെ. സോ ഇതിൽ പറയൂ, അവന്തിക പറയൂ ഏതൊക്കെ നമ്പേഴ്സാണ് ക്ലിയർ ആയിട്ടുള്ളത്, സെയിം ഇതായിട്ടുള്ളത്? 8. വേറെ ഇതും ഇല്ല അല്ലേ? 1 ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും തരാം. 1 ഇങ്ങനെ തന്നുവെങ്കിൽ സെയിം ആണ് കേട്ടോ. പക്ഷേ 1 ഇങ്ങനെ തന്നുവെങ്കിൽ ഡിഫറെൻ്റ് ആണ് അല്ലേ? ആണ്. ഓക്കെ, സോ 8 മാത്രം ഓർമ്മയിൽ വെക്കുക. 1ൻ്റെ കാര്യം മനസ്സിൽ കരുതി വെക്കുക. ബാക്കിയുള്ളതൊന്നും സെയിം ആവില്ല. ഇത്ര തന്നെ. അപ്പോൾ മിറർ ഇമേജിൽ വേറെ എന്തൊക്കെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ പെണ്ണിൻ്റെ ഇതാ കണ്ട, ഈ കൈ ഇങ്ങനെ ആയിട്ടാണ് ഉള്ളത്. ഇവിടെ നോക്കൂ, മിറർ ഇമേജിൽ ഇതാ ഇങ്ങനെ ആയിട്ടാണ്, ക്രോസ് ആയിട്ടാണ്. സോ ഇങ്ങനെ ഒരു ഷേപ്പ് തന്നാൽ ഇങ്ങനെ വരും. അതേപോലെ എസ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ആയിരിക്കും മിറർ ഇമേജിൽ വരിക അല്ലേ? ഈ ഭാഗമാണ്, ഈ സൈഡാണ് ഈ മിററിൻ്റെ തൊട്ടടുത്തുള്ളത്. അതേപോലെ മിററിൻ്റെ ഈ ഭാഗത്തും ഈ ഭാഗമാണ് തൊട്ടടുത്ത് വരുന്നത്. ഈ ഭാഗം ഈ സൈഡ് വന്നിട്ട് ദൂരെയാണ്, അതേപോലെ ഈ സൈഡും ദൂരെയായിട്ടാണ് വരുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത് കേട്ടോ. ദൂരെ ഉള്ളത് ദൂരെയായിട്ട് തന്നെ കാണും, അടുത്തുള്ള സാധനങ്ങൾ അടുത്ത് തന്നെ കാണും. അതാണ് മിറർ ഇമേജ്. കിഷാൻ ഓക്കെ ആണോ? അവന്തിക ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അപ്പം ഇതിൻ്റെ മിറർ ഇമേജ് നമ്മൾ കണ്ടെത്തണം. മിറർ ഇമേജ് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ എപ്പോഴും മിറർ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കണം. മിറർ വന്നിട്ട് ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെയാണ് കാണിക്കുന്നുണ്ടാവുക. സോ മിറർ ചിലപ്പോൾ ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെയും അടക്കം വരാം. അപ്പോൾ അത് അനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും ആൻസർ ചെയ്യാൻ കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. എക്സാം ടൈമിൽ വരച്ച് നോക്കിയാലും ഒരു കുഴപ്പവും വരുന്നില്ല. ഇതിനെ ജസ്റ്റ് ഇങ്ങനെ വരച്ച് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇനിയൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ലെറ്ററിനെ ഫോക്കസ് ചെയ്യുക. എല്ലാം വരച്ചെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമയം പോകും. അപ്പോൾ നമ്മൾ ഒരു ലെറ്ററിനെ മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ സി ആണ്. സി നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയാണ് വരേണ്ടത്. അത് ഏത് പിക്കിലാണ് വരുന്നത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വേണ്ടാന്ന് വയ്ക്കാം. അടുത്തത് ഡി വന്നിട്ട് ഇങ്ങനെയാണ്. ഡി വന്ന് നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടത്, ഇങ്ങനെയാണ് വരേണ്ടത് ഡി. അത് ഏത് പിക്കിലുണ്ട്? ഇതിലില്ല, ഇതിലുണ്ട്, ഇതിലുണ്ട്. ഇനി ഇത് രണ്ടും വേണ്ട, എയും ബിയും വരില്ല എന്നറിയാം. ഇനി എയിൻ്റെ കാര്യം രണ്ടിലും ഒരേപോലെ ഉണ്ട്, അത് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി പിൻ്റെ കാര്യം, പി നോക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. പക്ഷേ ഈ ഓപ്ഷൻ ഡി ആണ് എടുക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് വരില്ല. അപ്പം ഇത് പോയി, ഇത് മാത്രമാണ് കറക്റ്റ്. ഓപ്ഷൻ സി മാത്രമാണ് കറക്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു തവണയും കൂടി പറയാം. ഫസ്റ്റ് നമ്മൾ ഒരു ലെറ്ററിലേക്ക് ഫോക്കസ് ചെയ്യുക കേട്ടോ. ഒരു ലെറ്ററിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക.
എലിമിനേഷൻ മെത്തേഡാണ് കുറച്ചും കൂടി നല്ലത്. അല്ലാതെ നമ്മൾ ഫുള്ളായിട്ട് വരച്ചെടുത്ത് ചെയ്യുമ്പോൾ സമയം ഒരുപാട് എടുക്കും. അപ്പോൾ എലിമിനേഷൻ മെത്തേഡിൽ പോവുക. ആദ്യം ഞാൻ എന്താ ചെയ്ത് സി വന്ന് നമുക്കറിയാം ഏതൊക്കെയാണ് AHIMO, പിന്നെ TUVWXY, ഇതൊക്കെയാണ് നമുക്ക് സെയിം ആയിട്ട് വരിക ക്യാപിറ്റൽ ലെറ്ററിൽ എന്നുള്ളത് അറിയാം. ബാക്കിയുള്ളതൊന്നും വരില്ല എന്നും അറിയാം. സോ എ വന്ന് നമുക്ക് ഇവിടെ എല്ലാത്തിലും സെയിം ആയിട്ടാണ് ഉള്ളത്. അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇനി നമ്മൾ സി വന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ വരണം, ഡി വന്ന് ഇങ്ങനെ വരണം, അതേപോലെ പി വന്നിട്ട് ഇങ്ങനെയും വരണമായിരുന്നു. അപ്പോൾ അത് മാത്രം വെച്ച് നമ്മൾ എലിമിനേഷൻ മെത്തേഡിൽ പോവുക. എലിമിനേറ്റ് ചെയ്തിട്ട് ഏത് മാത്രമാണ് സൂട്ടാവുന്നോ അത് മാത്രം ആൻസർ പറയാം. മനസ്സിലായ രണ്ടുപേർക്കും? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളാണ് ചെയ്യേണ്ടത്. എടുത്ത് ചാടി ആൻസർ ചെയ്യേണ്ട, നന്നായിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കിയിട്ട് ആൻസർ ചെയ്താൽ മതി. ഓപ്ഷൻ എ. അവന്തികയാണോ പറഞ്ഞേ? ഇല്ല, കിഷാനാണ് പറഞ്ഞത്. ശരി, ഓപ്ഷൻ എ എന്ന് കിഷാൻ പറഞ്ഞു. അവന്തിക എന്തു പറയുന്നു? അവൻ പറഞ്ഞു എന്ന് വെച്ചിട്ട് പറയാനൊന്നും നിൽക്കണ്ട, നീ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഡി ആണോ? ഡിയിൽ നോക്കടാ. ഡി വന്നിട്ട് നമുക്ക് പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചത് AHIMO, TUVWXY, ഇതൊക്കെയാണ് സെയിം ലെറ്റേഴ്സ് വരിക. ഇവിടെ ഡി ആണ് നീ ഓപ്ഷൻ ഡി ആണ് എടുക്കുന്നുണ്ട് എങ്കിൽ ഡി വന്ന് സെയിം ഇതേ സ്ട്രക്ചറിൽ വരില്ലല്ലോ, ഇങ്ങനെയല്ലേ വരിക. അപ്പോൾ ഇത് വരില്ലല്ലോ. പിന്നെ മിറർ എവിടെ ഉണ്ടെന്നും സൂക്ഷിക്കണം കേട്ടോ. ശരി, ഞാൻ പറയാം. ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ തന്നെയാണ്. കിഷാൻ പറഞ്ഞത് ശരിയാണ്. എങ്ങനെയാണെന്ന് നോക്കാം, എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ബിയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് തന്നിരിക്കുന്നത്? മിറർ ഇമേജ് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതേ സെയിം സ്ട്രക്ചറാണ് ഇവിടെ വരേണ്ടത്. ഇതാ ഇങ്ങനെയാണ് വരേണ്ടത് ഈ സംഭവം കേട്ടോ. പക്ഷേ ഇതിൽ തെറ്റിയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം തന്നെ നമ്മൾ ബി ഓപ്ഷൻ വേണ്ടാന്ന് വെക്കുക. പിന്നെ ഡി ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് ആയിട്ട് വരണം. ഓപ്ഷൻ സിയിൽ നോക്കുമ്പോൾ ഓക്കെ ആണ്, ക്ലിയർ ആണ്. പക്ഷേ ഡിയിൽ നോക്കുമ്പോൾ ഡി ആയിട്ട് തന്നെ തന്നിരിക്കുന്നു. അപ്പം തന്നെ ഇത് വേണ്ടാന്ന് വെക്കുക. ഇനി ബി നമ്മളുടെ ലിസ്റ്റിലേ ഇല്ല. ബി വന്ന് മിറർ ഇമേജ് വേറെ ആയിട്ട് മാറും, സെയിം വരില്ല. അത് വെച്ചിട്ട് ഓപ്ഷൻ സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഫൈനലി നമ്മൾ നോക്കുമ്പോൾ ഡി ആയിട്ട് കറക്റ്റായിട്ടുണ്ട്. മറ്റേ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ബി, ഓപ്പോസിറ്റ് സൈഡിൻ്റെ എൽ ഉണ്ട്, ഇ ഉണ്ട്. കറക്റ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ നിങ്ങൾ ആര് വേണമെങ്കിൽ ആൻസർ ചെയ്തോ. രണ്ടുപേർക്കും ഞാൻ ഇത് തരാം കേട്ടോ, പറയാം. രണ്ടുപേരും ആര് വേണമെങ്കിലും ഫസ്റ്റായിട്ട് ആൻസർ ചെയ്തോ, കുഴപ്പമില്ല. ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ലേ? അവന്തിക പറയൂ. നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അവന്തിക. സി തന്നെയാണോ? സി തന്നെയാണോ? ഓക്കെ, നോക്കാം. സോ ഇവിടെ നമുക്ക് ഈ മിറർ ഇമേജ് അനുസരിച്ചിട്ട് നമ്മളുടെ സ്ക്വയറും സെയിം ആയിട്ട് തന്നെ വരുള്ളൂ. സ്ക്വയർ വന്ന് മിറർ ഇമേജിൽ സെയിം ആയിട്ട് തന്നെ വരുള്ളൂ. ട്രയാങ്കിൾ ഈ ഷേപ്പ് അതേപോലെ തന്നെ വരും, ഇതും അങ്ങനെ തന്നെ വരും. പക്ഷേ ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിൻ്റെ ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ഈ വരുന്ന ട്രയാങ്കിൾ ഈ പറഞ്ഞ മിററിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അടുത്തേക്കാണ് വേണ്ടത്. ഇത് കുറച്ച് ദൂരെ ഉണ്ട്, അപ്പോൾ അതും ദൂരെയായിട്ടാണ് വേണ്ടത്. ഇനി ഒരു ലൈൻ വിട്ടു, ഇവിടെ ഒരു ലൈൻ ഇട്ടു. ഇതിൻ്റെ അടുത്തേക്കാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിട്ടു, ഷെയ്ഡഡ് കൊടുത്തു. ഇനി ഇത് ട്രയാങ്കിൾ കുറച്ച് ദൂരെയാണ് ഉള്ളത്. നമ്മളുടെ ഇമേജ് ഇങ്ങനെയാണ് വരേണ്ടത്. കറക്റ്റ് നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇതിൽ വേറെ എന്തൊക്കെയാണ് തെറ്റ് പറ്റിയിരിക്കുന്നത്? ഇത് നമുക്ക് മിറർ ഇമേജ് ആവുമ്പോൾ ഇങ്ങനെ കോർണർ ഒരു സൈഡിലേക്ക് വരാൻ സാധ്യതയില്ല. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്
ആയിട്ടാണ് കാണിക്കുള്ളൂ ഒഴിയെ ഇതിങ്ങനെ വരില്ല. സോ ഓപ്ഷൻ എ ഇല്ല. ഓപ്ഷൻ ബിയിൽ എന്തായി? ഈ ഭാഗം ചേഞ്ച് ആയിട്ടുണ്ട്. ഓപ്ഷൻ ഡിയിൽ എന്തായി? ഏകദേശം ഇതേപോലെ ആണെങ്കിലും ഈ സ്ക്വയർ ബോക്സിൻ്റെ സ്ഥാനം മാറിപ്പോയി. അതാണ് സംഭവം. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 1 മുതൽ 9 വരെയുള്ള നമ്പറിൽ 8 മാത്രമാണ് ഒരേപോലെ വരുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ മിറർ ഇമേജ് കാണണം. ഓക്കെ. ഓപ്ഷൻ ഏതിപ്പാ? ഓപ്ഷൻ ഡി അല്ലേ? ഓക്കെ, ശരി. കിഷാൻ പറയൂ, ഓപ്ഷൻ എ എന്ത് കാരണം വന്നില്ല? ഓപ്ഷൻ എയിൽ അതങ്ങനെയുള്ളു. എന്താണ്? അതങ്ങനെ തന്നെയുള്ളു. അത് അങ്ങനെ തന്നെയുള്ളൂ. കറക്റ്റാണ്. മിറർ ഇമേജ് ഒരിക്കലും വരില്ല, ഇങ്ങനെ അതേപോലെ വരില്ല. അടുത്തത് ഓപ്ഷൻ ബി എന്ത് കാരണം വന്നില്ല? എന്തായിരുന്നു ആൻസർ? അവന്തികയുടെ ആൻസർ എന്തായിരുന്നു? ഡി തന്നെ. ശരി, ഓപ്ഷൻ ബി എന്ത് കാരണം വന്നില്ല? മൂന്ന് പോലെ അതേപോലെ തന്നു. 1 1 അതുപോലെ തന്നെ തന്നിട്ടുണ്ട്. ഷേപ്പ് മാറ്റം വന്നിട്ടില്ല. അത് കാരണം ബി വരില്ല. ഇനി ഓപ്ഷൻ സി എന്ത് കാരണം വരില്ല? അവന്തിക പറയൂ. തല തിരിഞ്ഞിട്ടാണ്. മേലത്തെ താഴെയും താഴത്തെ മേലെയും. ഒരിക്കലും നമുക്ക് മിറർ ഇമേജിൽ അങ്ങനെ വരില്ല. മിറർ ഇമേജ് നമുക്ക് ഈ ഭാഗത്ത് മേലെ തന്നു എങ്കിൽ നമുക്ക് തല തിരിയും കേട്ടോ. ഇത് താഴെ വരും, ഇത് മേലെ വരുമായിരുന്നു. പക്ഷെ നമുക്ക് മിറർ ഇമേജ് അങ്ങനെയല്ല തന്നിരിക്കുന്നത്. മിറർ ഇമേജ് ഈ റൈറ്റ് സൈഡിലാണ് തന്നിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി. ഇനി അവധിങ്ക കൂടെ പറയും. ഏതാ വരുന്ന? മൊബൈൽ സൂം ആക്കി നോക്കൂ. സ്റ്റാൻഡ് വല്ലതും ഉണ്ടോ മൊബൈലിന്? കയ്യിൽ പിടിച്ചിട്ടായിരിക്കുന്ന? ആണോ? അവന്തിക പറയൂ വേഗം. നമുക്ക് മറ്റേന് പോവാം, മറ്റേത് എടുക്കാം. കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എപ്പോഴും നിനക്ക്? എക്സ്പ്ലനേഷൻ തരട്ടെ? എന്ത് പറ്റി? അവന്തിക ശ്രദ്ധിക്കൂ. എന്ത് പറ്റി? അൺമ്യൂട്ട് ആക്കൂ, എന്നിട്ട് പറയൂ. എന്താണ് പ്രശ്നം? ഈ ചിരിക്കുന്നത് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. നീ അൺമ്യൂട്ട് ആക്കിയിട്ട് പറയേ, എന്താ പ്രശ്നം പറയേ. അവള് പറയുന്നുണ്ട് പോലും കേൾക്കുന്നില്ല. ഇപ്പൊ കേക്കുന്നുണ്ട്. അവള് അൺമ്യൂട്ട് ആക്കാത്തത് കാരണാ കേക്കാത്തത്. ഒന്നുകൂടി സംസാരിക്ക്. ബി. ഓക്കെ, ഇപ്പൊ കേക്കുന്നുണ്ട്. ശരി, അപ്പൊ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ എന്ത് കാരണം വേണ്ടാന്ന് വെച്ചു? കിഷാൻ പറയൂ. ഡാർക്ക് ഷെയ്ഡ് ഒക്കെ മാറി. ഡാർക്ക് ഷെയ്ഡ് താഴേക്ക് വന്നു. നമുക്ക് മേലെ തന്നെ വരല്ലോ മിറർ ഇമേജിൽ, അത് താഴേക്ക് പോയി. ഇനി ഓപ്ഷൻ സി എന്ത് കാരണം വേണ്ടാന്ന് വെച്ചു? അവന്തിക പറയൂ. എന്തിടാ?
മനസ്സിലായില്ല, കേൾക്കില്ലല്ലോ. നീ ചിരിക്കുന്ന മാത്രമേ കാണുന്നുള്ളൂ, അവിടെ വേറെ എന്തോ കള്ളപ്പണി ഒപ്പിക്കാനുണ്ട്. പറയ്, എന്തായിരുന്നു, എന്താ സി തെറ്റിയത്? കേൾക്കണ്ടോ? ആ പറയേ, സി എന്ത് കാരണം തെറ്റി? ഷേപ്പ് വന്ന് കുറച്ച് ചരിഞ്ഞിട്ടാണ് നമ്മൾക്ക് ഇവിടെ വന്നിട്ടുള്ളത്, പക്ഷെ ഇത് ഷാർപ്പായിട്ട് നോർത്ത് വെസ്റ്റ് ഒക്കെ കറക്റ്റ് കാണിക്കുന്നുണ്ട് അല്ലേ? അതാണ് സംഭവം, അതാണ് തെറ്റിയത്. ഓപ്ഷൻ ഡി എന്ത് കാരണം തെറ്റി കിഷാൻ? ഡാർക്ക് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് തന്നിട്ടുമില്ല, പിന്നെ അത് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടും ഇല്ല അല്ലേ? ഓക്കെ, അപ്പം അങ്ങനെ ഓപ്ഷൻ എ ആണ്. ഒരു മിനിറ്റ്. ആ ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ഓപ്ഷൻ എ തെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും പറയാണ്. AHIMO TUVWXY ഇതൊക്കെ മാത്രമാണ് സെയിം ലെറ്റേഴ്സ് വരിക, ബാക്കിയുള്ളതൊക്കെ തലതിരിഞ്ഞിട്ടാണ് വരിക. അപ്പോൾ ഏതൊക്കെയാണ്? നമ്പറിൽ 8 മാത്രമാണ് ഒരേപോലെ വരിക. വേഗം പറയാൻ അവന്തിക, വേഗം പറയണം കേട്ടോ. ഡി. ആ എന്തായി കിഷാൻ? എന്ത് പറ്റി? ക്യാമറ ഓഫാക്കി കിഷാൻ. പറയൂ കിഷാൻ, ആൻസർ എന്താ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. എ വരുമോ കിഷാൻ? 12 ആയിട്ടല്ലേ തന്നിരിക്കുന്നത്, എ വരില്ലല്ലോ. ഡി പോലെ വരില്ല, ഇ പോലെ വരില്ലല്ലോ അല്ലേ കിഷാൻ? ആ പറയൂ, എ വരുമോ? നോ, വരില്ല. എങ്ങനെയാണ് 2 എങ്ങനെ വരും? ഇങ്ങനെ 1 ഇങ്ങനെയാണ് വരേണ്ടത്. പിന്നെ ഡി വന്ന അടുത്താണ്, അപ്പോൾ മിററിൻ്റെ അടുത്തായിട്ട് നമ്മൾ വരയ്ക്കണം. പക്ഷേ ഇങ്ങനെയാണ് വരിക ഡി, ഇത് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് വരിക ഇ. ഇതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി അവന്തിക പറഞ്ഞത്, ഓപ്ഷൻ ഡി കറക്റ്റാണ് ആൻസർ. ഇതിൽ ഇ ആയിട്ടും ഡി ആയിട്ടും ഉണ്ട്, ഇത് വരില്ല. ഇതും ഡി താഴേക്ക് വന്നു, ഇത് മേലേക്ക് പോയി, ഇത് താഴേക്ക് വന്നു, ഇതും വരില്ല. സോ ഓപ്ഷൻ ഡി തന്നെയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. എന്താ അവന്തികയുടെ മുഖത്ത് ചിരി വന്നു, സന്തോഷമായി. നെക്സ്റ്റ് വേഗം അതേപോലെ കിഷാൻ വേഗം ആൻസർ ചെയ്യൂ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അവന്തിക എന്ത് പറയണോ? ഓപ്ഷൻ സി ആണോ? ആരെ പറഞ്ഞ കിഷാൻ? ഒന്നും കൂടി നോക്കൂ, ആ ബൊമ്മക്കുട്ടിയുടെ കണ്ണൊന്ന് ശ്രദ്ധിക്കൂ. ആ ഇയാൾ എന്ത് പറയണോ അവന്തിക? എ. ഓക്കെ, കിഷാൻ ക്ലിയർ ആയോ? ഏതാ ഓപ്ഷൻ? ഏതാ? എ ഓർപ്പിക്കാം അല്ലേ? കിഷാൻ എന്താ തിങ്ക് ചെയ്യുന്നത് പറയൂ. എന്തായാലും ഒരു സുഖക്കുറവുണ്ടല്ലോ പറയുമ്പോൾ, എന്ത് പറ്റി? ഓപ്ഷൻ സിയിൽ കണ്ണ് നോക്ക്, ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുണ്ട്, അത് മേലെ ആയിട്ടാണ്. ഇവിടെ മേലെ ഡാർക്ക് ഷെയ്ഡഡ് അല്ല, അതാണ് ഓപ്ഷൻ സി വേണ്ടെന്ന് വെച്ച്. പിന്നെ ഇത് ബി എടുക്കുകയാണെങ്കിൽ നമ്മളുടെ മിററിൻ്റെ അടുത്തേക്കാണ് ഈ ലൈൻ വരേണ്ടത്. പക്ഷേ ഇതിലാവുമ്പോൾ ഈ ബൊമ്മക്കുട്ടിയുടെ തലയാണ് അടുത്തേക്ക് വരുന്നത്, അത് കാരണം ഇത് വരില്ല. ഇത് പിന്നെ തലകീഴായിപ്പോയി. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നമുക്ക് എപ്പോഴും എലിമിനേഷൻ മെത്തേഡിൽ പോണതാണ് കുറച്ചും കൂടി നല്ലത്. ബെസ്റ്റ് ഏതെന്ന് ചോദിച്ചാൽ എലിമിനേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണോ അത് ക്ലിയർ ആയിട്ട് കിട്ടും. രണ്ടുപേരും ക്യാമറ ഓഫ് ആയല്ലോ, എന്ത് പറ്റി അവന്തിക? ആ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഈ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ അടുത്ത്, ഈ ഭാഗത്തിൻ്റെ അടുത്തായിട്ട് വേണം കേട്ടോ. ഇത് ദൂരെയായിട്ട് വരണം ഈ ഭാഗം. ഓപ്ഷൻ ഓപ്ഷൻ എ.
ഓപ്ഷൻ എ. ആരാ? അവന്തിക പറഞ്ഞു. കിഷാൻ? ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ, കറക്റ്റാണ്. അപ്പം ഇതിലെന്ത് പറ്റി? ഇതിൽ ബൊമ്മക്കുട്ടിയുടെ കണ്ണ് ഇല്ല. ഓപ്ഷൻ എ ആണോ? നന്നായി നോക്കൂ. ഇല്ല, ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് ഈ കണ്ണൊക്കെ ശ്രദ്ധിക്കണം. ഈ കണ്ണ് ഇവിടെയാണ് വരേണ്ടത്, മിററിൻ്റെ അടുത്ത ഭാഗത്താണ് വരേണ്ടത്. ഇവിടെ മിറർ ആണെങ്കിൽ ഇത് ദൂരെ പോയില്ലേ. മിറർ തുടങ്ങുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ നോക്കുന്നത്. മിററിൻ്റെ അടുത്തേക്കാണ് ഇത് വരേണ്ടത്. ഇതിൽ മേലും ബിയിലും ഏകദേശം ഒരേപോലെ ഉണ്ട് എങ്കിലും കണ്ണ് നമ്മൾ ശ്രദ്ധിക്കണം. ഇതാണ് ആൻസർ ബി. ഇത് താഴെ കൊമ്പ് പോയി, ഇത് തലകീഴായിപ്പോയി. അത് കാരണം ഇത് രണ്ടും വരില്ല. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ബി. ഓപ്ഷൻ ബി. ബി. കിഷാൻ ബി പറഞ്ഞു അല്ലേ? അവന്തിക ഏതാ പറഞ്ഞ? ബി. ബി. ഓക്കെ, നമുക്ക് നോക്കാം. ഇതെന്ത് ലൈനാണ്? ഇതിനെന്ത് പറയും നമ്മുടെ ലൈനിന്? സ്ലാൻഡിങ് ആണോ, സ്ട്രൈറ്റ് ആണോ, സ്ലീപ്പിംഗ് ആണോ? സ്ട്രൈറ്റ് ലൈൻ. ഇതെന്ത് ലൈനാണ്? സ്ലീപ്പിംഗ് ആണോ, സ്ട്രൈറ്റ് ആണോ? സ്ലീപ്പിംഗ്. സ്ലീപ്പിങ്ങും ആണ് സ്ട്രൈറ്റ് ലൈനുമാണ് കേട്ടോ. ഇതിൻ്റെ പേര് സ്ട്രൈറ്റ് ലൈനുമാണ്. സ്റ്റാൻഡിങ് ലൈൻ എന്നാണ് ഇതിനെ പറയുന്നത്. സ്റ്റാൻഡിങ് ലൈൻ. സ്റ്റാൻഡിങ് ലൈനും സ്ട്രൈറ്റ് ലൈനുമാണ്. സ്ട്രൈറ്റ് ആയിട്ടുണ്ടല്ലോ. ഇത് സ്ലീപ്പിംഗ് ലൈൻ പിന്നെ സ്ട്രൈറ്റ് ലൈൻ കൂടിയാണ്. ഇതിൻ്റെ പേര് സ്ലാൻഡിങ് ലൈൻ. സ്ലാൻഡിങ് ലൈൻ കേട്ടോ. ഇതും സ്ലാൻഡിങ് ആണ്. ഇത് കേർവ് എന്ന് പറയും. റൈറ്റ് കേർവ്, ലെഫ്റ്റ് കേർവ് എന്നൊക്കെ പറയും. കേർവ് എന്നാണ് പറയുക. സോ ഇവിടെ സ്ട്രൈറ്റ് ലൈനാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഭാഗമാണ് നമുക്ക് മിററിൻ്റെ അടുത്തേക്ക് വരേണ്ടത്. ഒന്ന് കുറഞ്ഞു. ഞാൻ ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. ഇതിൽ 4 ലൈൻ മാത്രമേ ഉള്ളൂ. അതുപോലെ നോക്കുമ്പോൾ ഇത് കറക്റ്റാണ്, ഇത് തെറ്റിപ്പോയി, ഇത് സെയിം വന്നുപോയി. പിന്നെ ഇത് ദൂരേക്ക് പോയി. ഇതും ഏകദേശം ഓക്കെയാണ്. പക്ഷേ ഓപ്ഷൻ എയും ബി സിയും എന്തായാലും വരില്ല. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ബാക്കിയുള്ള ഭാഗം എന്ന് പറയുന്നത് കേർവ് വന്ന് ഇവിടെ ദൂരെയാണ്, മിററിൻ്റെ ദൂരെയാണുള്ളത്. ഇവിടെ കറക്റ്റ്, ഇതിലും കറക്റ്റാണ്. പിന്നെ ലൈനാണ്. ലൈന് അതും ശരിയാണ്. ലൈൻ നമുക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. അതും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബിയിലും ഡിയിലും കറക്റ്റാണ്. ഇനി എവിടെയാണ് തെറ്റിയിരിക്കുന്നത്? ഈ ബോൾ, ഈ സർക്കിള് ഇപ്പോൾ ദൂരെയാണ് ഉള്ളത്. അതേമാതിരി ദൂരെയാണ് കൊടുക്കേണ്ടത്. അതും വന്നിട്ടുണ്ട്. പക്ഷേ അതിലുള്ള ഷെയ്ഡഡ് ആണ് തെറ്റിപ്പോയിരിക്കുന്നത്. ഷെയ്ഡഡ് നമുക്ക് ഇങ്ങനെയാണ്, സർക്കിൾ ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ഷെയ്ഡഡ് ഇവിടെ ആയിട്ടാണ് വരേണ്ടത്. ഓപ്ഷൻ ബിയിൽ മാത്രമേ അങ്ങനെയുള്ളൂ. ഡിയിൽ തെറ്റിപ്പോയി, താഴേക്ക് പോയി. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഉറപ്പാണോ? ഓപ്ഷൻ എ തലകീഴായി, ബിയും തലകീഴായി. ഓപ്ഷൻ സി എന്ത് കാരണം നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു? ആ വീട് അതുപോലെ തന്നെ വന്നിട്ടുണ്ട് അല്ലേ? ആ വീടിനെ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. സംഭവം ഈ ഡാർക്ക് ഷെയ്ഡ് നമുക്ക് ആ സൈഡ് ദൂരെയാണ് പോകേണ്ടത്. അത് ഇതിലില്ല. അതാണ് ഓപ്ഷൻ ഡി ശരിയായത്. അടുത്ത ക്വസ്റ്റ്യൻ. അവന്തിക ക്ലിയർ അല്ലേ ഇതിന്, ഈ ക്വസ്റ്റ്യന്? അടുത്തത്
ക്വസ്റ്റ്യൻ ഫിഗർ ഉണ്ട്, ആൻസർ ഫിഗർ പറയണം. സെയിം ആയിട്ടുള്ളതല്ല, മിറർ ഇമേജ് പറയണം. ഇതാണ് ക്വസ്റ്റ്യൻ ഫിഗർ. നിങ്ങൾ ഇതിൽ ഏതാണ് കറക്റ്റ് ഇതിൻ്റെ മിറർ ഇമേജ് വരുന്നത്? വീണ്ടും പറയണു, നമ്മൾ എലിമിനേഷൻ മെത്തേഡിൽ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ലൈൻസ് ഉണ്ട്, നമുക്ക് മേലെയുണ്ട് താഴെയുണ്ട് ലൈൻസ്. ഇതിലില്ല, അപ്പം തന്നെ സിയും ഡിയും വേണ്ടാന്ന് വെച്ചോളൂ. ഇനി മിററിൻ്റെ അടുത്താണ് നമുക്ക് ഈ പറയുന്ന കുത്തുകൾ വന്നിട്ടുള്ള ഒരു 4 കുത്ത് വന്നിട്ടുള്ളത് മിററിൻ്റെ അടുത്ത്. അപ്പോൾ ഈ സൈഡ് മിററിൻ്റെ അടുത്ത് വേണം ഈ കുത്തുകൾ വരാൻ. പക്ഷേ ഇതിൽ ദൂരെയാണുള്ളത്, ഇതിലാണ് അടുത്തുള്ളത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. കിഷൻ, ക്ലിയർ അല്ലേ? ആ, ഇനി അവന്തിക, മനസ്സിലായോ? അവന്തിക പറഞ്ഞത് കേട്ടില്ല, മനസ്സിലായോ? ആ. ഇനി അതേപോലെ ഇതൊന്ന് ചെയ്യൂ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അവന്തിക എന്ത് പറയണു? ബിയോ? ബിന്റെ ആരോ മാർക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അത് വരുമോ? ബി ഏതാ? ബി വരുമോ? കിഷാൻ പറഞ്ഞ സി വരുമോ? എന്താടാ കാണിക്കണേ നീ? പറയേ, ആൻസർ പറയേ. അവിടെ വേറെ എന്തോ പണിയിലാണ്. എന്താ അവിടെ? ആരാ ഉള്ളത് അടുത്ത്? ആ, അത് നോണയാണ്. അടുത്ത് നീ ആക്ഷൻ കാണിക്കണമെന്ന് അറിയുന്നുണ്ട്. അടുത്ത് ആരോ ഉണ്ട്. അമ്മയുണ്ടോ? എന്തെന്ന്? ഓക്കെ, ഓപ്ഷൻ സി ആണ്. എങ്ങനെയാണെന്ന് പറയാം. ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏറോ മാർക്ക് തെറ്റിപ്പോയി. ഇങ്ങനെ ഒരു സിമ്പലാണ് വരുന്നത്, അത് കാരണം തെറ്റിപ്പോയി. ഇതിൽ ഏറോ മാർക്ക് ഉണ്ട്, ഇതുണ്ട്, പക്ഷെ ഇവിടെ ഏറോ മാർക്ക് കാണുന്നില്ല. അത് കാരണം എ ഇല്ല, ബി ഇല്ല. ഇനി സി എന്ത് കാരണം എന്ന് നോക്കുമ്പോൾ ഈ ലൈൻ നമുക്ക് മിറർ ഇമേജിൽ ഇങ്ങനെ വേണം വരാൻ. പക്ഷേ ഇത് അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. സ്ലാൻഡിങ് ലൈൻ നമുക്ക് ഇങ്ങനെ വന്നെങ്കിൽ മിറർ ഇമേജിൽ ഇങ്ങനെ വരണം. ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. അതാണ് ഓപ്ഷൻ ഡിയും തെറ്റിയത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, എൻ നമുക്ക് ഒരേപോലെ വരുമോ? ലെറ്റർ എൻ ഒരേപോലെ വരുമോ? വരില്ല. അപ്പം ഏത് ആൻസറാണ് കറക്റ്റ്? എളുപ്പത്തിൽ പറയാം. ഓപ്ഷൻ അവന്തികയുടെ അമ്മ അടുത്തുണ്ടോ? അവന്തിക പറഞ്ഞത് കേൾക്കണ്ട? അമ്മ അടുത്തുണ്ടോ? ആ, അപ്പോൾ നീ എന്താ അത്, നിനക്ക് ഹെഡ്ഫോൺ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ചോ. എന്താ വെച്ചാൽ ഇത് നീ പറയണതൊന്നും കേൾക്കണേ ഇല്ല. ഹെഡ്ഫോൺ എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? ഇല്ല. ഓക്കെ, ശരി. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അവന്തിക ക്ലാസ്സിനെ ശ്രദ്ധിക്കണം കേട്ടോ. മൊബൈലിലോട്ട് ശ്രദ്ധിക്കുക, എന്നിട്ട് ആൻസർ പെട്ടെന്ന് പറയാം. സോ ഇവിടെ എന്തായെന്ന് വെച്ചാൽ ഈ ഭാഗം ഒന്ന് ഷാർപ്പായിട്ടുണ്ട്. ഇതിൽ ഡബിൾ ലൈൻ കാണുന്നില്ല. പിന്നെ ഇത് ഇസറ്റ് പോലെയാണ് വന്നിരിക്കുന്നത്, അത് കാരണം ഈ 3ഉം വരില്ല. അടുത്ത ക്വസ്റ്റ്യൻ, പെട്ടെന്ന് പറയാം അതിൻ്റെ ആൻസർ. ബി. അവന്തിക എന്തായിരുന്നു ആൻസർ? ബി. ആ, പെട്ടെന്ന് എങ്ങനെ പറയാന്ന് വെച്ചാൽ എ വന്ന് നമുക്ക് എ പോലെ തന്നെ വേണം. ഇതിലില്ല. അപ്പോൾ ഓപ്ഷൻ ബിയിൽ മാത്രമാണ് എ ഉള്ളത് കറക്റ്റായിട്ട്. സോ ബി ആണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
അവന്തിക എന്തിനാ അടുത്ത് നോക്കിക്കൊണ്ടേയിരിക്കുന്നത്? മൊബൈലിലേക്ക് നോക്കി ആൻസർ ചെയ്യൂ. ആ കിഷാൻ പറയൂ, ഏതാണ് ആൻസർ? Option D. ഓപ്ഷൻ ബി. ബി ഫോർ ഡോഗോ ബി ഫോർ ബോയോ, ഏതാണ് ഓപ്ഷൻ കിഷാൻ? അനിയൻ എത്തി നോക്കണ്ടല്ലോ അവന്തികയുടെ. പറയ് അവന്തിക, ആൻസർ പറയേ. D. ഡി. കിഷാൻ ആൻസർ പറയേ. D. ഡി തന്നെ അല്ലേ? എന്ത് കാരണം? ബി ആദ്യം കിഷാൻ പറഞ്ഞു തോന്നുന്നു. അല്ല, ഇതെന്താന്ന് വെച്ചാൽ എല്ലാ ഏറും മാറ്റി അടുത്തത്. Option C. ഓപ്ഷൻ സി. ഒന്നുകൂടി നോക്കി പറയൂ. A. എ ആണ് കേട്ടോ. അവന്തിക പറയൂ. അവന്തികയുടെ അമ്മൻ്റെ അടുത്ത് മൊബൈൽ കൊടുക്ക്. എന്താ അവള് അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇവിടെ സ്ക്രീനിലേക്കല്ല അവള് നോക്കുന്നതേ, അങ്ങോട്ട് ലെഫ്റ്റ് സൈഡ്. നിങ്ങൾ എന്തെങ്കിലും ചോദ്യം ചോദിക്കണ്ടായിരുന്നോ അവളോട്? എന്താ മാം ഒന്നും മനസ്സിലാവുന്നില്ല പറയുന്നത്. നെറ്റ്വർക്ക് കവറേജ് കുറവാണോ അവിടെ? ആഹാ, ശരി ശരി, ഓക്കെ. എന്നാ നീ ഒന്ന് ചെയ്യേ അവന്തിക, വീഡിയോ ഓഫ് ആക്കിയിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിട്ട് നിന്റെ വീഡിയോ ഓഫ് ആക്ക്. നിന്റെ ക്ലാസ് ശ്രദ്ധിക്കുക, ആൻസർ മാത്രം പറയാം. അടുത്ത് എന്ത് നടന്നാലും നീ ശ്രദ്ധിക്കരുത് കേട്ടോ. ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, വേഗം വേഗം പറയേ. ഓപ്ഷൻ ഏതാ അവന്തിക? ആൻസർ ചെയ്യേ. A. ഓപ്ഷൻ എ. ശരി, എന്ത് കാരണം അവന്തിക ബി ആയില്ല? ഈ ഭാഗം ബ്ലാങ്ക് ആയിട്ടുണ്ട്. ഇനി ഓപ്ഷൻ സി എന്ത് കാരണം ആയില്ല കിഷാൻ? ഇതിൻ്റെ മേലെ ഭാഗം ഡാർക്ക് ഷെയ്ഡ് ആയിട്ടാണ്, പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഡാർക്ക് ഷെയ്ഡ് താഴെയായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഓപ്ഷൻ ഡിയിൽ ഷേപ്പേ മാറിപ്പോയി. ഇവിടെ ഇങ്ങനെയാണ് ലീഫ് ഇതാണ് എങ്കിൽ ഇങ്ങനെയാണ് ഡാർക്ക് ഷെയ്ഡ് ആക്കിയിരിക്കുന്നത്, അല്ലാതെ പകുതി വെച്ചിട്ടല്ല ആക്കിയിരിക്കുന്നത്. അപ്പോൾ പകുതി വെച്ച് ആക്കിയത് കാരണം ഓപ്ഷൻ ഡി വരില്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് നിൽക്കട്ടാ, ഇവിടെ കാണിച്ചിടാം. പറയൂ, ഏതാണ് ആൻസർ? ബി. അവന്തിക പറയൂ. ബി. ശരി, അവന്തിക ഓപ്ഷൻ എ എന്ത് കാരണം വരില്ല? ഞാൻ പറയുന്നത് ബ്രേക്ക് ആവാതെ കേൾക്കുന്നുണ്ടോ നിനക്ക്? ആ ശരി, എന്നാ പറയ്. ഓപ്ഷൻ എ എന്ത് കാരണം വരില്ല? കിഷാൻ വീഡിയോ എന്തേ ഓഫാക്കി? എന്തിനാ വീഡിയോ ഓഫാക്കി? ഓപ്ഷൻ എ എന്ത് കാരണം വരില്ല കിഷാൻ? അൺമ്യൂട്ട് ആക്കിയിട്ട് പറയൂ. അത് ചെരിഞ്ഞു പോയില്ല, സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു അല്ലേ? ഇനി ഓപ്ഷൻ സി എന്ത് കാരണം? സെയിം ആസ് ഇറ്റ് ഈസ് അവർ വരച്ചിരിക്കുന്നു, അത് കാരണം വരില്ല. ഓപ്ഷൻ ഡി ഏകദേശം ഒരേപോലെ ആണെങ്കിലും എസ് വന്ന് ഷേപ്പ് എസ് വന്ന് കുറച്ച് ഇങ്ങനെ വന്നു. ശരിക്കും നമുക്ക് എസ് ഇങ്ങനെയാണ് വരേണ്ടത്, അത് കാരണം ഓപ്ഷൻ ഡിയും വരില്ല.
ഓപ്ഷൻ ബി ആണെങ്കിൽ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അവന്തിക ഇതിനൊന്ന് ആൻസർ ചെയ്യൂ. ബി. ഓപ്ഷൻ ബി കിഷാൻ പറഞ്ഞു. ഇനി അവന്തിക പറയൂ. അവന്തിക വേഗം ആൻസർ ചെയ്യൂ. ഇല്ലേ, അവള് പോയോ? അവന്തിക കേക്കണ്ട? പറയൂ. ബിയാ? ഓപ്ഷൻ ബി വരുമോ? ഒന്നുകൂടി ചിന്തിക്കൂ. ഓപ്ഷൻ ബി വരുമോ? അവിടെ എന്തായി? ടോട്ടലി ഡിഫറെൻ്റ് ആണത്. ഈ ഭാഗമൊക്കെ നോക്കി നോക്കൂ, ഇവിടെയൊക്കെ വളവില്ലല്ലോ. കറക്റ്റ് ആൻസർ എന്താ? ഓപ്ഷൻ ഡി. ഡി 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 ആണ് കറക്റ്റ് കേട്ടാ. ദാ ഈ ഭാഗം നമുക്ക് മിററിന്റെ അടുത്താണ്. ഇതിനുള്ള ഡിസ്റ്റൻസ് കുറവല്ലേ, അതേപോലെ നമ്മൾ വരയ്ക്കുന്ന സമയത്തും മിററിന്റെ അടുത്തേക്ക് വേണം വരച്ചു കൊടുക്കാം. വളവ് ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്, പിന്നെ കേവ് ഇങ്ങനെ വരും, ആ ഇതുപോലെ വരുന്നത് ഇങ്ങനെ വരും. സോ ആൻസർ വന്നിട്ട് ദാ ഈ സെമി സർക്കിൾ ദാ ഈ ലെഫ്റ്റ് സൈഡിലാണ്, ദൂരെയാണ്, അത് ഇങ്ങോട്ട് ദൂരെ തന്നെ വരയ്ക്കണം. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് അവന്തിക ആൻസർ ചെയ്യൂ. അവന്തിക കുട്ടി വേഗം പറയൂ. സി. കിഷാൻ എന്തായിരുന്നു ആൻസർ പറയൂ. സി ശരിയാണ് കേട്ടോ. അടുത്തത് അത് എളുപ്പത്തിൽ കിട്ടും അല്ലേ നമുക്ക്. ഇത് ട്രയാങ്കിൾ മാറിപ്പോയി, ഇത് താഴേക്ക് പോയി, ഇത് ഡാർക്ക് ഷെയ്ഡായി അല്ലേ. ഓക്കെ, അടുത്തത് കിഷാൻ പറയണം കേട്ടോ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി എളുപ്പത്തിൽ പറയാം. എന്ത് കാരണം ഇതിൽ നമുക്ക് ഇതൊന്ന് ചരിഞ്ഞിട്ടാണുള്ളത്, ഇത് കിടന്നിട്ടാണ് ഉള്ളത്. ഇത് ചരിഞ്ഞുവെങ്കിലും ഇതിലൊരു വീല് കാണുന്നില്ല. പിന്നെ ഇത് ഓപ്ഷൻ ഡിയിലാവുമ്പോൾ ഈ കാല് കുറച്ച് ഇങ്ങോട്ട് വരണമായിരുന്നു, അത് കാണുന്നില്ല. ഓപ്ഷൻ ഡി ഇല്ല, ബി ഇല്ല, എ ഇല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് അവന്തിക പറയൂ. അവന്തിക ആൻസർ ചെയ്ടാ. അവന്തികയുടെ മൊബൈലിൻ്റെ വോളിയം ഒന്ന് കൂട്ടി വെച്ച് നോക്ക്. ചിലപ്പോൾ അത് കാരണമായിരിക്കാം നീ പറയണത് എനിക്ക് കേൾക്കാത്ത. എന്നിട്ട് പറയ്, ആൻസർ പറയ്. എ. കിഷാൻ ആൻസർ എ അല്ലേ. ഓക്കെ, ബി എന്ത് കാരണം അവന്തിക വരില്ല? ബി ഈ പറയുന്ന മിററിൻ്റെ അടുത്ത് വരുന്നത് രണ്ട് സർക്കിളാണ്. ഒന്ന് അൺഷെയ്ഡഡ് ആയിട്ടുണ്ട്, ഇനി ഒന്ന് ഷെയ്ഡഡ് ആയിട്ടുണ്ട് അല്ലേ. അപ്പം മിററിൻ്റെ ഈ ഭാഗത്ത് വരേണ്ടത് മേലെ അൺഷെയ്ഡഡ് ആയിട്ടും താഴെ ഷെയ്ഡഡ് ആയിട്ടുള്ള ഭാഗമാണ്. പക്ഷേ ഓപ്ഷൻ ബിയിൽ ഷെയ്ഡ് അല്ലാത്തത് ക്ലിയർ ആണ്, പക്ഷെ ഇവിടെ ട്രയാങ്കിൾ വന്നു. ഓപ്ഷൻ സിയിൽ ട്രയാങ്കിൾ വന്നു. ഓപ്ഷൻ ഡിയിൽ മേലെ ട്രയാങ്കിൾ വന്നു. നമുക്ക് രണ്ടും സർക്കിളായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഓപ്ഷൻ എ ഉറപ്പിക്കാം. അടുത്തത് ഓപ്ഷൻ ബി. ആരാ പറഞ്ഞ? കിഷാനാണോ? ഓപ്ഷൻ ബി നന്നായി നോക്കിയിട്ട് പറയ്. മിറർ ഇമേജിൽ മേലത്തെ ഭാഗം ഇതല്ലേ, ആരോ മാർക്കല്ലേ,
അപ്പോൾ നമ്മളുടെ മിറർ ഇമേജിലും മേലത്തെ ഭാഗം ഏറോ മാർക്കല്ലേ വരണ്ട്. അപ്പോൾ അവന്തിക പറയൂ, എന്തായിരുന്നു? സി. സി കിട്ടിയോ കിഷാൻ? ആ, അപ്പോൾ മേലത്തെ ഭാഗം ബിയിലാണെങ്കിൽ പ്ലസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ഏറോ മാർക്ക് താഴേക്ക് പോയി, ഇതിലും പ്ലസ് ആണ് വന്നിരിക്കുന്നത്. ഇതിൽ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സോ ഓപ്ഷൻ സി. അടുത്തത് സി. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ, പിന്നെ കിഷാൻ ഏതാ പറഞ്ഞേ? ഓക്കെ, ഏതാണ്? സി അല്ലേ? സി അല്ലേ പറഞ്ഞേ കിഷാൻ? എയോ? എ വരുമോ കിഷാൻ? എടാ, അത് മിറർ ഇവിടെയല്ലേ ഉള്ളത്. അപ്പോൾ മിററിൻ്റെ അടുത്തേക്ക് വേണ്ടി നമുക്ക് സർക്കിൾ വരാൻ ഇവിടെ താഴെയല്ലേ ഉള്ളത് എയിൽ. അപ്പോൾ ഇത് വരില്ലല്ലോ, താഴെ ഇതല്ലേ ഉള്ളത്, ഇത് ദൂരേക്ക് വരണം. അപ്പോൾ ഓപ്ഷൻ എ വരില്ല, ഓപ്ഷൻ ബി വരില്ല. എന്താ വെച്ചാൽ നമുക്ക് സർക്കിളാണ് മേലെ ഭാഗം, ഇവിടെ ഈക്വൽ ടു സിമ്പിൾ അല്ലേ. ഓപ്ഷൻ എയും ബിയും വരില്ല. ഇനി ഓപ്ഷൻ സി വരുമോ ഡി വരുമോ എന്നുള്ള സംശയമാണ്. അതിൽ നമുക്ക് ഈ സർക്കിൾ വന്ന് ഈ പറഞ്ഞ മിററിൻ്റെ അടുത്ത് വരുന്നത് കാരണം നമുക്ക് ഇവിടെ വരുന്നുണ്ട് അടുത്ത്. ദൂരെയാണ് ഈക്വൽ ടു മാർക്ക്, അതും നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് മിററിൽ. അപ്പോൾ നമുക്ക് ഒറിജിനൽ ഇമേജിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്, അപ്പോൾ മിറർ ഇമേജ് ഇങ്ങനെ വരണം. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡിയും വരില്ല, ഇത് കുറച്ച് മേലേക്ക് കയറിപ്പോയി, ഇത് താഴേക്ക് ഇറങ്ങിപ്പോയി. മനസ്സിലായോ രണ്ടുപേർക്കും? കിഷാൻ മനസ്സിലായോ? അവന്തിക ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആരാ പറഞ്ഞേ? കിഷാൻ ഓപ്ഷൻ സി നീയാണോ പറഞ്ഞേ? എടാ ഷേപ്പ് നോക്ക്, ഈ ഭാഗം നോക്ക്, ഷേപ്പ് ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ മിററിൽ ഇങ്ങനെയല്ലേ വരേണ്ടത് നമുക്ക്. ഓപ്ഷൻ സി വരില്ല, ഡി വരില്ല. ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എന്താ വെച്ചാൽ നമ്മളുടെ ലൈന് ഇങ്ങനെ വരുന്നത് നമ്മളുടെ മിറർ ഇമേജിൽ ഇങ്ങനെ വേണം വരാൻ. അപ്പോൾ ഓപ്ഷൻ എ ക്ലിയർ ആയിട്ടുണ്ട്. ഓപ്ഷൻ ബിയിൽ വന്നിട്ട് സെയിം ഇതേപോലെ തന്നിട്ടുണ്ട് ഓപ്ഷൻ ബിയിൽ, അത് കാരണം ഓപ്ഷൻ ബി വരില്ല. ഓപ്ഷൻ എ ആണ് ക്ലിയർ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ് കേട്ടോ, ഇവിടെ പ്ലസ് ആണുള്ളത്, പ്ലസ് ആണുള്ളത്. ഷേപ്പ് അതേപോലെ വരും, പക്ഷേ അതിൻ്റെ സ്ഥലം നമ്മൾ നോക്കണം. ഇവിടെ ലെഫ്റ്റ് എൻഡിലുള്ളത് ആ ഭാഗത്ത്, മിററിൻ്റെ ആ ഭാഗത്ത് റൈറ്റ് എൻഡിലാണ് വരിക. ഇത് ഈ ഭാഗം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഇടതുവശത്താണ് ഇതുള്ളത്, വലതുവശത്താണ് ഇതുള്ളത് അല്ലേ. നമ്മളുടെ മിറർ ഇമേജിൽ ഇത് ഇടതുവശമായിട്ടും ഇത് വലതുവശമായിട്ടാണ് കാണുന്നത് ആ. ഇപ്പോൾ എ ബി എന്ന് ഞാൻ എഴുതിയെങ്കിൽ ഇത് പ്ലസ് ഇട്ടുണ്ട് എങ്കിൽ ഇവിടെ മിറർ ഉണ്ട് എങ്കിൽ എനിക്ക് ഇതില്ലേ ലെഫ്റ്റ് സൈഡ്, ഇതല്ലേ റൈറ്റ് സൈഡ്. പക്ഷെ മിററിൽ ഇത് റൈറ്റും ഇത് ലെഫ്റ്റും ആയിട്ടാണ് കാണുക. സോ ബി വരുന്നത് ഇവിടെയും എ വരുന്നത് ഇവിടെയും. ബി കണ്ട അപ്പോഴും മാറും, ബീൻ്റെ ഷേപ്പ് മാറും. എന്റെ ഷേപ്പ് പിന്നെ എങ്ങനെയും മിറർ ഇമേജിൽ ഒരേപോലെയാണ്, പക്ഷേ ഈ എൻഡിലായിരുന്നു ഇത്, ഇവിടെ നിന്ന് മിററിൽ നിന്ന് ദൂരെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ദൂരെ തന്നെ വരച്ചു കൊടുക്കണം. ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിറർ ഇമേജ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കേട്ടോ. ഇത് ഏതായിരിക്കും ആൻസർ? ഒരു ഓപ്ഷൻ എ ആണോ? നോ, ഡി. 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 ഓക്കെ, ഏത് വെച്ച് തീരുമാനിക്കാന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ലെറ്റർ, ഒരു സിമ്പിൾ എടുക്കുക. ഇതിപ്പോൾ മിററിൻ്റെ അടുത്താണ്, അപ്പോൾ തീർച്ചയായിട്ടും മിറർ ഇമേജിൽ നമുക്ക്
മിററിൻ്റെ അടുത്തായിട്ട് തന്നെ അത് വരണം. സോ ഇവിടെ നമുക്ക് ഇൻറ്റു മാർക്ക് വന്നു, ഇത് വരില്ല. ഇവിടെ പ്ലസ് മാർക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഡിവിഷൻ മാർക്ക് ഇത് വരികയില്ല. ഇവിടെ ഇൻറ്റു മാർക്കാണ്, ഇതും വരില്ല. നമുക്ക് എന്ത് വേണം ഈ ഭാഗത്ത്? ഇവിടെ ലെഫ്റ്റ് എൻഡിൽ റൈറ്റ് എൻഡിലുള്ളത് അവിടെ ലെഫ്റ്റ് എൻഡിൽ വരും അല്ലേ? ഇവിടെ റൈറ്റ് എൻഡിലുള്ളത് ഇവിടെ ലെഫ്റ്റ് എൻഡിലായിട്ടാണ് വരിക നമുക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇവിടെ പ്ലസ്, നമുക്കിവിടെ പ്ലസ് വരണമായിരുന്നു, വന്നിട്ടില്ല. ഇവിടെ വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടില്ല. ഇവിടെ മാത്രമേ വന്നിട്ടുള്ളൂ. ഓപ്ഷൻ ബിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ അല്ലേ? ഓപ്ഷൻ ബിയിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അവിടെ ഒരു പണി കിട്ടിയല്ലോ. ഇതിൽ ഒരു തെറ്റുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ ഒരു തെറ്റുണ്ട്. എന്താണെന്ന് പറയാനാണ്. ഇതിലെല്ലാം തെറ്റാണ് ശരിക്കും. ഇവിടെ നമുക്ക് ശരിക്കും ഇത് കറക്റ്റ് ആൻസർ ആയിരുന്നു, പക്ഷെ ഇവിടെ ഇത് തെറ്റിപ്പോയി. ഇവിടെ സൈനും തെറ്റിപ്പോയി. ഇതിന് കറക്റ്റ് ആൻസർ ഈ 4 ഡയഗ്രാമും വരില്ല. ശരിക്കുള്ള ആൻസർ പറയുകയാണെങ്കിൽ മൈനസ്, ഇവിടെ ഇൻറ്റു, ഇവിടെ പ്ലസ്, ഇവിടെ ഡിവിഷൻ, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ ഇൻറ്റു, ഇവിടെ ഡിവിഷൻ. ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. അവന്തിക മനസ്സിലായ? ഇങ്ങനെയാണ് വരേണ്ടത്. ഇതിൽ 4 തെറ്റാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അവന്തിക നിനക്ക് ക്ലാസ് ശ്രദ്ധിക്കണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ നിനക്ക്? അടുത്ത ക്വസ്റ്റ്യൻ പറയൂ, ആൻസർ പറയൂ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. സി പോലെ തന്നെ വരുമോ? ഡി. ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഇതിൽ ഷെയ്ഡഡ് ഇല്ല, ഇതിൽ ഷെയ്ഡഡിൻ്റെ ലൈൻസ് മാറിപ്പോയി, ഇത് ഷെയ്ഡഡ് സെയിം ആയിപ്പോയി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്തത് ഹോംവർക്കാണ് കേട്ടോ. ഇത് എന്തായാലും നമ്മളിവിടെ ചെയ്തു പോവാണ്. വീണ്ടും നിങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം? ഈ PDF ഞാൻ അയച്ചു തരും. വർക്കൗട്ട് ചെയ്തത് വെച്ചിട്ടും അയച്ചു തരും, ഫ്രഷ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാത്തതും രണ്ടും അയച്ചു തരും. വർക്കൗട്ട് ചെയ്യാതെ ഫ്രഷ് ആയിട്ടില്ലേ പേജ്, അത് ആദ്യം എടുക്കുക. എന്നിട്ട് ആ PDF എടുത്തിട്ട് നിങ്ങൾ നോക്കുക, നല്ലപോലെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ ക്ലാസ്സിൻ്റെ വീഡിയോ അയച്ചു തരില്ലേ, അതിൽ കയറി നോക്കുക. അല്ലെങ്കിൽ PDF വർക്കൗട്ട് ചെയ്തത് അയക്കുന്നില്ലേ, അതിലോട്ട് ഒന്ന് നോക്കുക എന്നിട്ട് വെരിഫൈ ചെയ്യുക, ക്ലിയർ ചെയ്യുക. പഠിച്ചെടുത്തത് വീണ്ടും പഠിക്കുക. ഒരു 10 തൊട്ട് 15 മിനിറ്റ് തന്നെ വേണ്ടി വരുള്ളൂ. അത് പോട്ടെ, അത് നിങ്ങൾ വീട്ടിലിരുന്നിട്ട് വീണ്ടും ചെയ്ത് തന്നെ നോക്കണം. അപ്പോഴാണ് മൈൻഡിൽ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും പിന്നെ മറക്കൂല അത് കേട്ടോ. ഇനി ഇതിൻ്റെ ആൻസർ പറയൂ. നമുക്കറിയാം ഐ മാത്രമാണ്, ഈ 3 ലെറ്ററിൽ ഐ മാത്രമാണ് ഐ അതുപോലെ തന്നെ വരുള്ളൂ. പക്ഷെ സ്ഥാനം നമ്മൾ നോക്കണം, പ്ലേസ് നമ്മൾ നോക്കണം. മിററിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത്, ദൂരെ ആയിട്ടാണുള്ളത്. ദൂരെ ഉണ്ടെങ്കിൽ ദൂരെ ആയിട്ട് തന്നെ വരയ്ക്കണം. അപ്പം ആൻസർ ബി. ഓപ്ഷൻ ബി. ഇനി അവന്തിക പറയൂ, ഏതായിരുന്നു? ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിൽ എന്താ പ്രശ്നം എന്നറിയോ? എൻ ആയിട്ട് തന്നെ വരച്ച് വെച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്നിൻ്റെ മിറർ ഇമേജ് ഇങ്ങനെയാണ് വരിക എന്നുള്ളത്. ഇങ്ങനെയാണ് വരിക. നമ്മൾ പഠിച്ചിട്ടില്ലേ? AHIMO TUVWXY ഇതൊക്കെ തന്നെയാണ് അതേപോലെ വരിക ലെറ്റേഴ്സ്. ബാക്കിയുള്ളതൊന്നും വരില്ല. അപ്പോൾ N വരില്ലല്ലോ. ഓപ്ഷൻ ബിയിൽ കറക്റ്റായിട്ടുണ്ട്. K ആണ് മിററിൻ്റെ തൊട്ടടുത്തുള്ളത്. അതിനെ നമ്മൾ മിറർ ഇമേജ് ആക്കി എഴുതി.
എൻ മിറർ ഇമേജ് ആക്കി എഴുതി. പിന്നെയാണ് ഐ എഴുതേണ്ടത്. ഐ അതേപോലെ തന്നെ വരുള്ളൂ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ എയിൽ ഇതേപോലെ തന്നു, ഇതേ ഓർഡറിൽ തന്നു. നമുക്ക് എങ്ങനെ എഴുതണം? ലെഫ്റ്റ് ടു റൈറ്റിനെ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് എഴുതേണ്ടത്. പക്ഷേ ഇവർ അതേപോലെ തന്നത് കാരണം ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ഡിയിൽ ലെറ്റേഴ്സ് മാറിപ്പോയി. ഓപ്ഷൻ സിയിൽ എൻ സെയിം ആയി. അടുത്തത് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി കറക്റ്റ് ആണോ? അവന്തിക കറക്റ്റ് ആണോ? ആ. ഓപ്ഷൻ സിയിലെ എല്ലാ ഭാഗവും എന്തായി? ഫില്ലായിട്ടുണ്ട്. ഓപ്ഷൻ ഡിയിൽ താഴേക്ക് പോയി. ഓപ്ഷൻ എയിലും താഴേക്ക് പോയി. ഓപ്ഷൻ ബി കറക്റ്റാണ്. ഇനി അടുത്തത് എലിമിനേഷൻ ചെയ്തു പോകും. ഫസ്റ്റ് എ വന്ന് എന്തായാലും വരില്ല, ഡാർക്ക് ഷെയ്ഡാണ് ആണ്. സി. ഡി ആണോ ബി ആണോ? സി. ഡി. ഡി. ഡി ആണ് കേട്ടോ ആൻസർ. ഡി. ഈ ഡാർക്ക് ഷെയ്ഡ് മിററിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മിററിൻ്റെ അടുത്തായിട്ടാണ് വേണ്ടത്. ഓക്കെ, അടുത്തത് ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്ത് വരും അവന്തിക? ഓപ്ഷൻ ബിയോ? സി. യെസ്, കറക്റ്റ്. അത് പിന്നെ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഇത് തെറ്റിപ്പോയി, ഇത് ഷേപ്പ് മാറിപ്പോയി. ഇത് ഏകദേശം ഒരേപോലെ ഉണ്ട് നമുക്ക് തോന്നിക്കും. പക്ഷേ ഓപ്ഷൻ ബിയിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ ഈ ഒരു ഭാഗമാണ് പ്രശ്നമായത്. ഇത് സെയിം ആയിട്ടേ വന്നിട്ടുണ്ട്. ഓപ്ഷൻ എയിൽ ഷേപ്പേ മാറിപ്പോയി. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അവന്തിക എന്ത് പറയണോ? വേഗം പറയൂ. അവന്തിക പറയടാ. ഇത് എളുപ്പമല്ലേ, പിന്നെന്താ ആലോചിക്കുന്നത്? സി കറക്റ്റാണ്. ബി ഒരേപോലെയായി വരില്ല. എ കിടത്തി വെച്ചു ഫ്ലാഗിനെ, ഡി തലകീഴായി വെച്ചു. അയ്യോ, ഒരു മിനിറ്റ്. ഓപ്ഷൻ 1 അല്ലേ? കിഷാൻ കറക്റ്റാണോ? യെസ്. വേഗം വേഗം പറഞ്ഞാൽ വേഗം വേഗം കഴിയും. കുറച്ച് നേരം മാത്സും പഠിക്കാമായിരുന്നു. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. എന്താ വന്തിക ഒന്നും പറയാത്തേ? ആൻസർ എ 1 അല്ലേ? ഓപ്ഷൻ ഡി ചരിഞ്ഞു പോയി. ഓപ്ഷൻ സി താഴേക്കായി. ഓപ്ഷൻ ഡിയും താഴേക്കായി.
അലൈൻ. ഓപ്ഷൻ എ 1 ആണ് കറക്റ്റ്. അടുത്തത് 1 ആണ് കറക്റ്റ്. അടുത്തത് 2. കിഷാൻ, ആ ആരോ മാർക്കും ഇതും ഒന്ന് ശ്രദ്ധിക്കൂ, സൂം ചെയ്ത് നോക്കൂ. Three. ഓപ്ഷൻ 3. അവന്തിക എന്തു പറയണോ? C. യെസ്, കറക്റ്റ് അല്ലേ? ഇതിപ്പോൾ മിററിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെയും മിററിൻ്റെ അടുത്ത്. ഇത് കുറച്ച് ദൂരെയാണ് വരുന്നത്. അതേപോലെ ഇതും കുറച്ച് ദൂരെയാണ് വരുന്നത്. ആരോ മാർക്കിന് ആരോ, പ്ലസ് സിമ്പലിന് പ്ലസ്സും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് മേലേക്ക് പോയി പ്ലസ്. ഇത് കറക്റ്റ് ഇത് ഇസറ്റ് അതേപോലെ ഷേപ്പിലായി. നമുക്ക് ഇസറ്റ് മാറണ്ടേ? അത് കാരണം ഇസറ്റ് പോലെ വന്നതൊക്കെ തെറ്റിപ്പോയി. ഇതിൽ പിന്നെ ആരോ മാർക്ക് താഴെയുമായി. സോ ആൻസർ ഓപ്ഷൻ 3. അടുത്തത് ഇവിടെ എഴുതി വയ്ക്കാം. ഓപ്ഷൻ സി 3. Three. 3. അവന്തിക 4. 3 ആണോ 4 ആണോ? ഏതാടാ? 4. 1ഓ 4. 4ഓ? 4 വരുമോ? നന്നേ നോക്കൂ. ഇവിടെ ഈ ഒരു ഇതിൻ്റെ മേലേക്കല്ലേ നമുക്ക് ഈ സർക്കിൾ വരുന്നത്. അപ്പം മേലേക്കല്ലേ വരേണ്ടത് സർക്കിള്? ഇത് താഴെയല്ലേ ഉള്ളത്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് കേട്ടോ. 0 ഇവിടെ ഈക്വൽ ടു മാർക്ക് എല്ലാം കൊണ്ടും ഓപ്ഷൻ 3 ആണ് ശരിയാവുന്നത്. ഓപ്ഷൻ 4 എന്ത് കാരണം തെറ്റെന്ന് വെച്ചാൽ സർക്കിൾ ഇവിടെ വരില്ല, ഇവിടെ ആയിട്ടാണ് വരേണ്ടത്. ഇനി ഓപ്ഷൻ 2-ൽ സർക്കിളാണ് മേലെ വരേണ്ടത്. ഇവിടെ ഇതിൽ രണ്ടിലും ഈക്വൽ ടു മാർക്കാണ്. അടുത്തത് നമ്മൾ ചെയ്തത് തന്നെ തോന്നും, എന്തായാലും ചെയ്യും. അപ്പോൾ കിഷാൻ കൂടി തെറ്റിച്ചിരുന്നു. അപ്പോൾ ക്ലിയറായി പറയണം കേട്ടോ കിഷാൻ. 1. ഓപ്ഷൻ 1. യെസ്. അടുത്തത് അവധിക പറയൂ, ആൻസർ പറയൂ. Three. ഓപ്ഷൻ 3. കിഷാൻ ശരിയാണോ? കിഷാൻ, അവന്തിക പറയുന്നത് ആണോ? അല്ല. മേലത്തെ ഭാഗം നമുക്ക് നോക്കാം. ഇവിടെ ഒരു സർക്കിളും ഇവിടെ ഒരു റെക്റ്റാങ്കിളും ആണ് വരുന്നത് അല്ലേ? ഒരു ചതുരവും പിന്നെ ഒരു സർക്കിളാണ് വരുന്നത്. പക്ഷേ ഇതിലാവുമ്പോൾ ഈക്വൽ ടു സിമ്പൽ, ഇതിൽ ഈക്വൽ ടു സിമ്പൽ, ഇതിലും ഈക്വൽ ടു സിമ്പൽ. ഈ 3 നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം. ഓപ്ഷൻ 4 ആണെങ്കിൽ കറക്റ്റ്. മിററിൻ്റെ അടുത്തേക്കാണ് സർക്കിൾ വരുന്നത്, ട്രയാങ്കിൾ വരുന്നത്, കുറച്ച് ദൂരേക്കാണ് റെക്റ്റാങ്കിളും ഈ പറഞ്ഞ ഹെച്ചിൻ്റെ സിമ്പലും വരുന്നത്. സോ ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓപ്ഷൻ 4 ആണ് ആൻസർ കേട്ടോ. അവന്തിക മനസ്സിലായോ? അടുത്തത് One. 1 അല്ല. ലൈൻ നോക്കണം, ശ്രദ്ധിക്കണം.
ഈ ലൈനിൻ്റെ മേലെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം മിറർ ഇമേജിലും അങ്ങനെ തന്നെ വരണം. 4 4. അവന്തിക ശരിയാണോ 4 കിഷാൻ പറയുന്നത്? അവന്തിക പറയൂ. എടാ കേൾക്കണില്ലടാ അവന്തിക, നീ പറയണത് പറയൂ. 3 ഓപ്ഷൻ 3 വരില്ല കേട്ടോ. എന്താണ് റീസൺ? ഈ എൻഡ് നമുക്ക് ഇത് നമ്മളുടെ ലെഫ്റ്റ് എൻഡും ഇത് റൈറ്റ് എൻഡുമാണ്. ഇത് നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഈ റൈറ്റ് എൻഡിലുള്ളത് ഇവിടെ ലെഫ്റ്റ് എൻഡായിട്ടാണ് നമുക്ക് വരയ്ക്കേണ്ടി വരിക. പക്ഷേ ഇത് 3 നിൻ്റെ ആൻസർ ആണെങ്കിൽ ശരിക്കും ഇതേപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ട്, അത് ഇല്ലാനും. അല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മൊത്തത്തിൽ ഇത് തെറ്റാണ്. 3 വരില്ല. എന്ത് കാരണം? ഫസ്റ്റ് ലൈൻ അങ്ങനെ തന്നെ തന്നിരിക്കുന്നു, അങ്ങനെ തന്നെ ഇവിടെ തന്നിരിക്കുന്നു, അത് വരില്ല. അപ്പം ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നോക്കൂ, ഇവിടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു സൈഡിനെ നോക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡ്, അത് വലത്തേ വശമായാലും ശരി, ഇടത്തേ വശമായാലും വലത്തേ വശമായാലും ഇടത്തേ വശമായാലും ഏതെങ്കിലും ഒന്നിനെ നോക്കുക. ഈ മിററിൻ്റെ അടുത്ത് തന്നെ ഈ ഭാഗവും മിററിൻ്റെ ദൂരെ ഭാഗമായിട്ട് ഇതും വരണം. അപ്പം അങ്ങനെ ഇരിക്കെ ഇവിടെ ഒരു സർക്കിളും ഇവിടെ ഒരു റെക്റ്റാങ്കിളാണ് വരുന്നത്. അത് സർക്കിൾ മേലെയും റെക്റ്റാങ്കിൾ താഴെയാണ്. അതുപോലെ തന്നെ നമുക്ക് മിററിൻ്റെ ഈ ഭാഗം തൊട്ടടുത്ത ഭാഗത്ത് വരേണ്ടത്. അങ്ങനെ വരാത്തതൊന്നും നിങ്ങൾ എലിമിനേറ്റ് ചെയ്തോളൂ. ഇത് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് മേലെ ലൈനിൻ്റെ മേലേക്കാണ് ഒരു വര ഇട്ടിരിക്കുന്നത്, ഇവിടെ താഴെയാണ് ട്ടാ. ഇതിൽ രണ്ടിലും ഒരേപോലെ വന്നു. ഇതിൽ മേലെയും ഇതിൽ താഴെയുമാണ്. ഓക്കെ, അങ്ങനെ 3 പിക്കും നമുക്ക് വേണ്ടാന്ന് വെച്ചു 4ലേക്ക് ഓക്കെ ആക്കി. അടുത്തത് ലെറ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഇത് ഓർമ്മ വേണം. AHIMO, അഹിമോ എന്ന് ഓർമ്മ വെച്ചോളൂ. പിന്നെ TUVWXY, മൊത്തം 11 ലെറ്റർ ഒരേപോലെ വരും. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ബാക്കിയുള്ളത് ഏതെങ്കിലും ഒരേപോലെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്യാൻസൽ ചെയ്തു, അതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ കണ്ട എസ് ഒരേപോലെ വരാൻ പാടില്ലല്ലോ. അപ്പം ഈ 3 അപ്പം തന്നെ പോയി. അപ്പം നമുക്ക് വേഗം തന്നെ ഓപ്ഷൻ 2 എന്നുള്ളത് കൺസിഡർ ചെയ്യാം. മനസ്സിലായില്ലേ കിഷാൻ? അവന്തിക ക്ലിയർ ആയില്ലേ? എന്ത് ചെയ്യണം? നമ്മൾ ഈ ലെറ്റേഴ്സ് ഒരേപോലെ വരുന്ന ലെറ്റേഴ്സിനെ പഠിച്ചു വെക്കുക ആദ്യം. അത് നമുക്ക് അതല്ലാതെ ബാക്കിയുള്ള ലെറ്ററൊക്കെ ഷേപ്പ് മാറും എന്തായാലും. അപ്പോൾ അതേപോലെ വരുവാണെങ്കിൽ നമ്മൾ അതൊക്കെ എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഓപ്ഷനിലെ എസ് അതേപോലെ ഉണ്ട്, 3യും അതേപോലെ ഉണ്ട്. ഓപ്ഷൻ 4ലും എസ് ഷേപ്പ് നമുക്ക് ഇങ്ങനെയല്ല വരേണ്ടത്, പകരം ഇങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 2. അവന്തിക എന്ത് പറയണു? അവന്തിക ക്ലാസ്സിലുണ്ടോ നീ? എടാ ഉണ്ട്. അപ്പൊ പറയ്. ഏതാണ്? 2. അപ്പോൾ എന്റെ കാര്യം നമുക്കറിയാം, എ ഒരേപോലെ തന്നെ വരലോന്ന്. ഇതിലില്ല, ഇതിൽ എ തലകീഴ്, ഇതിൽ തലകീഴ്. അപ്പോൾ തലകീഴായിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ 2 എന്ന ഓപ്ഷൻ വേഗം തന്നെ തീരുമാനിച്ച് പറയാം.
3. അവന്തിക എന്തായിരുന്നു ആൻസർ? 3. ഓക്കെ, കറക്റ്റാണ് കേട്ടോ. ഇത് രണ്ടും ഒരേ സൈഡായി പോയി, ഇത് രണ്ടും ഒരേ സൈഡായി. നമുക്ക് എങ്ങനെയുണ്ട്, ഇതൊരു സൈഡ് ഇതൊരു സൈഡായിട്ടാണ് ഉള്ളത്. അപ്പോൾ തന്നെ ഓപ്ഷൻ 4 വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈനിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ട്രയാങ്കിൾ ആണ് വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ഷാർപ്പാക്കി വരച്ച് പോയി ഇവർ. ട്രയാങ്കിൾ തന്നെയാണ്, പക്ഷെ വേറെ പോലെ ഉണ്ട്. ഓക്കെ, അടുത്തത്. വേഗം പറയൂ, ഇത് എളുപ്പമല്ലേ? Option 4. 4ഓ? എസ് 4 തന്നെയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിറർ താഴെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മിറർ എങ്ങനെയുണ്ട്? താഴെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെയാണ് മിറർ. അപ്പോൾ ഇവിടെയാണ് എങ്കിൽ ഇങ്ങനെയാണ് വരേണ്ടത് നമ്മളുടെ ഇമേജ്. ഇവിടെ ഒരു പ്ലസ് ഉണ്ട് എങ്കിൽ പ്ലസ് ആയിട്ട് തന്നെ വരും. ഇവിടെ ഒരു മൈനസ് ഉണ്ടെങ്കിൽ മൈനസ്, ഡിവിഷൻ ഉണ്ടെങ്കിൽ ഡിവിഷൻ, ഇൻടു ഉണ്ടെങ്കിൽ ഇൻടു. ഇതുമാരത്തെ സിമ്പിളൊക്കെ സെയിം ആയിട്ട് തന്നെ വരുള്ളൂ. പക്ഷെ ഷേപ്പുകൾ തമ്മിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പോൾ H ഇങ്ങനെയാണ് എങ്കിൽ H ഇങ്ങനെ തന്നെ വരും, I സെയിം തന്നെ വരുള്ളൂ. പക്ഷെ M ഇങ്ങനെയാണ്, W ആയിട്ടും W നമുക്ക് M ആയിട്ടാണ് കാണുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ ഇത് എളുപ്പത്തിൽ എങ്ങനെ എലിമിനേറ്റ് ചെയ്തു പോകാമെന്ന് മനസ്സിലാക്കിയാലേ മതി. നമുക്ക് ഈ മിററിൻ്റെ അടുത്ത് വരുന്നത് ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈനാണ്. അപ്പോൾ തീർച്ചയായിട്ടും മിററിൻ്റെ അടുത്ത് സ്ലീപ്പിംഗ് ലൈനാണ് നമുക്ക് വരേണ്ടത് ആൻസർ ഫിഗറിൽ. അപ്പോൾ സ്ലീപ്പിംഗ് ലൈൻ മേലെ ഭാഗത്ത് എവിടെയാണ് വരുന്നത് നോക്കുക. ഈ 3ലും ഇല്ല. അപ്പോൾ ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്ത് നോക്കണം? ആരോ മാർക്ക് മേലോട്ടാണെങ്കിൽ മിറർ ഇമേജ് മിററിൽ താഴെയാണ് വരിക. അപ്പോൾ ഓപ്ഷൻ 4 ആണ്. അവന്തിക മനസ്സിലായോ? അടുത്തത് മിറർ എവിടെ വന്നിട്ടുണ്ടെന്ന് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇവിടെ മേലെയാണ് മിറർ വന്നിരിക്കുന്നത്. ഏതാണ്? 3 വരില്ല അവന്തിക. എന്ത് കാരണം എന്ന് വെച്ചാൽ മിറർ ഇവിടെയാണെങ്കിൽ നമുക്ക് പിന്നെ മാങ്ങയുടെ ഷേപ്പ് ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോഴും തെറ്റാണ്. മാങ്ങ ഈ ഭാഗം ഇവിടെയല്ല, ഇത് ഇവിടെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതെങ്ങനെ വരും? വീണ്ടും ഞാൻ പറയണം, നമ്മൾക്ക് എളുപ്പത്തിൽ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം തന്നിട്ടുണ്ട്, ഒരു ലൈൻ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മിറർ മേലെയാണ്. അപ്പം ലൈനാണ് മേലെ ആദ്യം വരേണ്ടത്. ഓപ്ഷൻ 3 വരില്ല, 4 വരില്ല. എന്ത് കാരണം? അവിടെ നമുക്ക് ലൈൻ എങ്ങനെ സോറി ഓപ്ഷൻ 3 വരാം, അല്ലെങ്കിൽ 4 വരാം. ഓപ്ഷൻ എന്ത് വരില്ല? 1ഉം 2ഉം വരില്ല. നമുക്ക് മിറർ ഇവിടെ തന്നുവെങ്കിൽ നമ്മുടെ ഇമേജ് ഇവിടെയാണ് വരുന്നുണ്ടാവുക, മേലെയാണ് വരുന്നുണ്ടാവുക കേട്ടോ. നോക്കൂ, ഇങ്ങനെയാണ്. മിറർ ഇവിടെയാണ് തന്നുവെങ്കിൽ നമ്മളുടെ ഇമേജ് ഇവിടെ വരും. മിറർ മേലെയാണ് തന്നുവെങ്കിൽ ഇമേജ് ഇങ്ങനെ വരും. മിറർ സൈഡിലാണ് തന്നുവെങ്കിൽ ഇവിടെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങോട്ട് വരും. താഴെയാണ് മിറർ തന്നു അല്ലെങ്കിൽ മേലെയാണ് മിറർ തന്നാൽ അതിൻ്റെ മേലെ. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം അങ്ങനെ ഇരിക്കെ അങ്ങനെ ഇരിക്കാൻ നമുക്ക് എന്ത് വേണം? മിറർ ഇവിടെയല്ലേ, ലൈൻ മേലെ വരണം. പിന്നെ ബോക്സ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ താഴെ ലൈൻ വരുന്ന പിക്കുകൾ മാത്രം എടുക്കുക, ബാക്കിയൊക്കെ എലിമിനേറ്റ് ചെയ്തോ. ഇതാണോ എന്നുള്ള സംശയമാണ്. ഇവിടെ ലെഫ്റ്റ് ആയിട്ടും റൈറ്റ് ആയിട്ട് തന്നെ വരല്ലോ കേട്ടോ. അപ്പോൾ മേലേക്കല്ലേ വരുന്നത്. അപ്പോൾ നോക്കൂ, ഈ ഭാഗം മേലെ ഇതേ സാധനം തന്നെ വരുന്നത്. ഈ സർക്കിൾ ഇവിടെയാണ് വരേണ്ടത്. സോ ഓപ്ഷൻ 3 അല്ല, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് വരിക. ഈ ഭാഗം മേലേക്ക് പോകുമ്പോൾ ഈ ഷേപ്പ് വരും. ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്
മനസ്സിലായില്ലെങ്കിൽ മിസ്സേ മനസ്സിലായില്ല പറഞ്ഞ് എന്നോട് ചോദിക്കണം കേട്ടോ. Three. Three. മിറർ എവിടെയാണ് വന്നിരിക്കുന്നത്? എന്തായാലും 2 വരില്ല, 4 വരില്ല. ഇനി ഓപ്ഷൻ 1ഉം വരില്ല. എന്ത് കാരണം 4 ഇതളുകളാണ് ഉള്ളത്. ഇതിൽ 3 ഇതൾ. ഓക്കെ, എളുപ്പത്തിൽ പറയാം. ഇത് മിറർ ശ്രദ്ധിക്കുക എവിടെ വന്നിരിക്കുന്നതെന്ന് കേട്ടോ. One. Two. കിഷാൻ എന്ത് പറയുന്നു? 2. 2. അവന്തിക? 4. 4ൽ നോക്കടാ, മിറർ ഇമേജ് അല്ലേ, നമുക്ക് ഒ ഒ മാത്രമാണ് സെയിം ആയി വരിക. ബാക്കിയുള്ള ലെറ്റേഴ്സ് കെ ഒന്നും സെയിം വരില്ലല്ലോ, നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. AHIMO ഇതിൽ കെ ഇല്ലല്ലോ, അപ്പോൾ കെ ഡിഫറെൻ്റ് അല്ലേ ആവുള്ളൂ. അപ്പോൾ ഇത് വരില്ലല്ലോ. ഇനി 2 ആണ് വരിക ആൻസർ. ഇത് എന്ത് കാരണം 1 എന്ത് കാരണം വരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ N ആയിട്ടാണ് വരിക. N മിറർ ഇമേജിൽ ഇങ്ങനെയാണ് വരിക കേട്ടോ. സോ ഫസ്റ്റ് ഓപ്ഷൻ വരില്ല. തേർഡ് ഓപ്ഷനിൽ കെ ആയിട്ട് തന്നെ തന്നു. ഫോർത്ത് ഓപ്ഷനിൽ കെ ആയിട്ട് തന്നെ തന്നു. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. Option 2. ഓപ്ഷൻ 2. ഓക്കെ, ഇനി ഒരാൾ പറയൂ ഏതായിരുന്നു ആൻസർ. നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സിൻ്റെ വീഡിയോ ഞാൻ അയച്ചിട്ടില്ല കേട്ടോ. അതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ കറണ്ട് പോയി, ക്ലാസ് കഴിയുന്ന സമയത്ത് തന്നെ കറണ്ട് പോയി കറക്റ്റായിട്ട്. നെറ്റ് വേണമായിരുന്നു എനിക്ക്, വൈഫൈ. അത് കാരണം തന്നെ എനിക്ക് അയക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ഞാൻ മറക്കുകയും ചെയ്തു പിന്നീട് അയക്കാൻ. അപ്പോൾ ആ വീഡിയോ ടെലഗ്രാമിൽ അയച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ട് അതിൻ്റെ ലിങ്ക് അയച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യണം, ലിങ്കിൽ കയറിയിട്ട് നോക്കണം. ലിങ്കിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അധികം നെറ്റിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ഒത്തിരി നെറ്റ് ആവശ്യം വരും നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഇമെയിൽ ID എന്താണ് നോക്കിയിട്ട് അയച്ചു തന്നുവെങ്കിൽ, കിഷാനിന് കിട്ടിയോ ഇമെയിൽ ID പോകുമ്പോൾ? വീഡിയോ നോക്കാൻ സാധിച്ചോ? ഇല്ല. അതിനൊരു കാരണമുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അച്ഛനൊരു വീഡിയോ അയച്ചു കൊടുക്കാം ഞാൻ. ഓക്കെ, ഇതപ്പോൾ അവന്തികയ്ക്ക് കയറി കാണാൻ പറ്റുമോ യൂട്യൂബിൽ കയറിയിട്ട്? അറിയില്ല. അമ്മ നോക്കിയില്ലേ ഇപ്പോൾ? ആഹാ, നോക്കണമായിരുന്നു കേട്ടോ. അത് ഞാൻ ചോദിക്കാനും വിട്ടുപോയി. ശരി, അമ്മയുടെ അടുത്ത് ഞാൻ ചോദിക്കാം കേട്ടോ. ശരി, ഇത് ആൻസർ ചെയ്യും. Option 2. ഓപ്ഷൻ 2. ഓപ്ഷൻ 2ൽ എന്താ സംഭവിച്ച്, 6 വന്നിട്ട് തലകീഴായിട്ടാണ് തന്നിരിക്കുന്നത്. നമുക്ക് 6 ഇങ്ങനെയാണ് വേണ്ടത്. Option A. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, അല്ലെങ്കിൽ ഓപ്ഷൻ 1 എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ഷേപ്പ് നമുക്ക് ഷേപ്പ് എന്തോ അതേപോലെ തന്നെ വരണ്ടു. ഷേപ്പിന് യാതൊരുവിധ ഇതും വരില്ല, തെറ്റും വരില്ല. അപ്പോൾ ഒന്നെങ്കിൽ 1 ആയിരിക്കാം, 2 ആയിരിക്കാം. എന്തായാലും 3ഉം 4ഉം ഡെഫിനറ്റ് ആയിട്ട് വരില്ല. ഇനി 2ൽ എന്താ സംഭവിച്ച്, പി കറക്റ്റാണ്. പ്ലസ്സും ഇൻറ്റു മാർക്കും ഇവിടെ തന്ന പോലെ തന്നിട്ടുണ്ട്. പ്ലസ്സും ഇൻറ്റു അതേപോലെ ഷേപ്പ് തന്നെ വരും എങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന മിററിൻ്റെ അടുത്ത് ഇൻറ്റു മാർക്കാണ് വരേണ്ടത്. ഇവിടെ നോക്ക്, ഇവിടെ പ്ലസ് മാർക്കാണ്. അതാണ് ഓപ്ഷൻ 2 വരാത്തത്, ഓപ്ഷൻ 1 വന്നത്. അടുത്തത് സൂം ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടിയില്ല എങ്കിൽ സൂം ചെയ്ത് നോക്കൂ. മൊബൈലിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ആ പിക്ക് കാണും. അതിനെ ഒന്ന് സൂം ചെയ്ത് നോക്കൂ. Option 3. അവന്തിക പറയൂ.
ഏതാണ്? C. ഡി വരുമോ? എഫ് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. എഫ് അതേപോലെ വരുന്നു പഠിച്ചിട്ടില്ലല്ലോ. മിറർ ഇമേജിൽ എഫ് ഇങ്ങനെയല്ലേ വരിക? അപ്പൊ ഏതാടാ? കറക്റ്റ് നോക്കി സൂം ചെയ്ത് ആൻസർ പറയൂ അവന്തിക. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓക്കെ, അടുത്തത്. ബി ആണോ? മിറർ എവിടെ വന്നിട്ടുണ്ട്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. നമുക്ക് സർക്കിള് ഡാർക്ക് ഷെയ്ഡഡ് മിററിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത്. ഇതിന്ന് ഇതിലേക്കുള്ള ദൂരം കുറച്ചും കൂടി കൂടി, അതേപോലെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ സൈഡ് കുറച്ചും കൂടി ദൂരം കൂടി ഇതാ ഇവിടെ വന്നു. പക്ഷേ ഓപ്ഷൻ ഡി ആണെങ്കിൽ ഇവിടെ ക്രോസ് ലൈൻ മേലെ വന്നു. ഇവിടെ ആണെങ്കിൽ സെയിം എന്താണോ ക്വസ്റ്റ്യനിലുള്ളത് അതേപോലെ തന്നിരിക്കുന്നു ഓപ്ഷൻ ഡി. അത് വരില്ലല്ലോ മിറർ ഇമേജിൽ. സ്ട്രക്ചർ സെയിം തന്നെ വരുള്ളൂ. ഈ പറഞ്ഞ സർക്കിളായിട്ട് തന്നെ വരും, ഡാർക്ക് ഷെയ്ഡ്. പക്ഷേ ഈ സംഭവം ഇങ്ങനെ ഉള്ളത് നമുക്ക് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഓപ്ഷൻ ഡിയും വരില്ല. ആൻസർ ഓപ്ഷൻ എ ആണ്. ഡി ആരാ പറഞ്ഞ? കിഷാനാണോ അവന്തികയാണോ? ആരാ പറഞ്ഞേ? കിഷാൻ എന്ത് പറയുന്നു? ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ബി. ഡി. എ വന്ന് വരില്ല. ഇസറ്റിന്റെ ഷേപ്പ് സെയിം ആയിട്ട് വരില്ല. ഇത് സൈഡിലേക്കായി പോയി, ഇതും സൈഡിലേക്കായി പോയി. അടുത്തത് ഡി കറക്റ്റ്. ഇത് തെറ്റിപ്പോയി, ഇത് ഇങ്ങോട്ടായിപ്പോയി, ഇത് റൈറ്റ് സൈഡിലേക്ക് ആയിപ്പോയി. ഇങ്ങനെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓക്കെ, ഡി വരുമോ? ഒന്നുകൂടി ആലോചിച്ച് പറയൂ. ഏതാ കിഷാൻ? ഒന്ന് മേലെ ഒന്ന് താഴെ ആയിട്ടാണ് ഉള്ളത് അല്ലേ? ഒന്ന് മേലെ ഒന്ന് താഴെ. അപ്പം നമുക്ക് മിറർ ഇമേജിൽ ഇവിടെ ഇതിൻ്റെ മേലേക്കാണ് ഈ സംഭവം വരേണ്ടത്. അത് പിന്നെ എല്ലാത്തിലും ഒരേപോലെ ഉണ്ട്. നമുക്ക് അത് വെച്ച് കൺസിഡർ. ഇത് എന്തായാലും ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്. അത് രണ്ടും വരില്ല. ഓപ്ഷൻ ബിയും ഡിയും എന്തായാലും വരില്ല. ഇനി ഓപ്ഷൻ എ ആണോ ബി ആണോ എന്നുള്ളത്, എ ആണോ സി ആണോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഇരിക്കെ നമ്മളുടെ ഈ മിററിൻ്റെ അടുത്ത് വരുന്നത് താഴോട്ടാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡ് താഴോട്ടാണ് വേണ്ടത്. ഓപ്ഷൻ എയിൽ താഴോട്ടല്ല മേലോട്ടാണ്, ഇതിൽ മാത്രമാണ് താഴോട്ടായിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ.
ഒരു 30 പറയാൻ വരട്ടെ. ഒരു 18 ക്വസ്റ്റ്യന് ഇന്ന് ഞാൻ അയക്കും കേട്ടോ. നിങ്ങൾക്ക് ഒരു 18 ക്വസ്റ്റ്യൻ അയക്കും. അതിൻ്റെ ഒപ്പം തന്നെ മിറർ ഇമേജിൻ്റെ ക്യാപിറ്റൽ ലെറ്റർ എങ്ങനെ വരുമെന്നും മിറർ ഇമേജിൻ്റെ സ്മോൾ ലെറ്റർ എങ്ങനെ വരുമെന്നും വ്യക്തമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. അതും ഞാൻ അയക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിൽ എഴുതിയെടുക്കുക. മിറർ ഇമേജ് എന്നുള്ള ടോപ്പിക്, മിറർ ഇമേജ് ഇങ്ങനെയാണ് എഴുതേണ്ടത്. മിറർ ഇമേജ് എന്ന ടോപ്പിക്കിൻ്റെ പേരൊക്കെ എഴുതി വൃത്തിയായിട്ട് നോട്ട് സൂക്ഷിക്കണം കേട്ടോ. എന്നിട്ട് എഴുതിയിട്ട് വൃത്തിയായിട്ട് എഴുതി വെക്കുക. ഞാൻ ഒരു ദിവസം ഞാൻ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് നോട്ടിനെ കാണിക്കാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരേണ്ടി വരും. സോ ബി സീരിയസ്. നിങ്ങൾ എന്തായാലും എഴുതിയിരിക്കണം, നോട്ടിൽ രേഖപ്പെടുത്തിയിരിക്കണം. ടെസ്റ്റ് എഴുതിയ പേപ്പറുകൾ എല്ലാം കയ്യിൽ സൂക്ഷിക്കുക. ഞാൻ എപ്പോൾ വേണമെങ്കിലും വീഡിയോ കോൾ ചെയ്യും, ചോദിക്കും. സോ അത് ശ്രദ്ധിച്ച് അപ്പപ്പോൾ പറയണത് അപ്പപ്പോൾ ചെയ്ത് വയ്ക്കുക. പിന്നെ അത് അമ്മമാരെയോ അച്ഛന്മാരെയോ ഒന്നും ഏൽപ്പിക്കാൻ പാടില്ല. നിങ്ങൾ സ്വയം വൃത്തിയായിട്ടുള്ളൊരു പ്ലേസിൽ കൊണ്ടുപോയിട്ട് അത് വയ്ക്കും വേണം. അത് സേഫായിട്ട് കീപ്പ് ചെയ്യും വേണം. നിങ്ങൾക്ക് അനിയനോ ഏട്ടനോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരെന്തെങ്കിലും എടുത്ത് നാശമാക്കും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ നല്ല സ്ഥലത്ത് സൂക്ഷിക്കുക. അത് കാണാതെ ആവാൻ പാടില്ല. ഫസ്റ്റ് കണ്ടീഷൻ അത് വൃത്തിയായിട്ട് ഉണ്ടാവും വേണം. കറമുറാന്നൊന്നും ഉണ്ടാവാൻ പാടില്ല. വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അത് നമ്മൾ വീണ്ടും എടുത്തു നോക്കുമ്പോൾ അത് പഠിക്കാനായിട്ട് നമുക്ക് തോന്നണം. ആ പേജ് കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാകും. നമ്മൾ ബുക്ക് എങ്ങനെയാണ് സൂക്ഷിക്കുന്നോ അത് നമ്മളുടെ ദൈവം നമ്മളെ നോക്കും മേലിരുന്ന്. ഈ കുട്ടി നീറ്റായിട്ട് ബുക്ക് സൂക്ഷിക്കുന്നുണ്ട്, നീറ്റായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാ കൊടുക്ക് ഒരു 100 മാർക്ക്. എങ്ങനെയാണ് നമുക്ക് 100 മാർക്കൊക്കെ കിട്ടുക? പെർഫെക്ഷൻ്റെ പേരിൽ കേട്ടോ. ദൈവം നമ്മളെ തീർച്ചയായിട്ടും മേലെ നിന്ന് നോക്കുന്നുണ്ടാവും. ഈ കുട്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടോ, മിസ്സ് പറയുന്നത് കേൾക്കുന്നുണ്ടോ, അച്ഛനമ്മ പറയുന്നത് കേൾക്കുന്നുണ്ടോ, ഭക്ഷണമൊക്കെ നീറ്റായി കഴിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോഴാണ് നമുക്ക് സക്സസ് കിട്ടുക. ഗുരുക്കന്മാർ പറയണത് കേൾക്കണം, അമ്മയും അച്ഛനും പറയുന്നത് കേൾക്കണം, മൂത്തോര് പറയുന്നതൊക്കെ കേൾക്കണം. ഓക്കെ. ഇനി അടുത്തത് 1 2 3 4 5 6 7 8 10. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. അതിൽ ആൻസേഴ്സ് അവിടെ തന്നെ ഉണ്ട്. അത് നിങ്ങൾ ആൻസർ ചെയ്ത് വരണം കേട്ടോ. ഞാൻ ക്ലാസ് നിർത്തുകയാണ്. എന്നിട്ട് ഒരു മിനിറ്റ്. ഓക്കെ, അവന്തിക ഒന്ന് വീഡിയോ ഓൺ ചെയ്യൂ. അവന്തിക പോയാ? എടാ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. അവന്തിക എവിടെ? അവന്തിക കേൾക്കുന്നുണ്ടോ? എവിടെ പോയി നീ? ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ.